ഹായ്. മൊത്തം നനഞ്ഞല്ലോ. ആടോ, കൂടെ എടുക്കാൻ മറന്നു. ബൈക്കും പണി തന്നു നീ. ഇതാടോ, ഇനി പനി വരണ്ട. ആ, ഇതാര്? ലിയാം സാറോ? മൊത്തം നനഞ്ഞല്ലോ. ജോയ് ചേട്ടായിയെ, ആ സാറ് വിളി വേണ്ട. എനിക്കിട്ട് കുത്തുന്ന പോലെയുണ്ട്. ആ ലിയാമേ, ഇതെന്റെ ഫ്രണ്ടാടാ എറിക്ക്. കുറച്ചു ദിവസത്തേക്ക് ഹെൽപ്പിന് വന്ന് നിക്കുന്നതാ. എടയിടയ്ക്ക് ഇത് ലിയാം, നമ്മുടെ മാർട്ടിൻ സാറിന്റെ മോനാ. മാർട്ടിൻ സാറോ? എടാ, SM കോർപ്പറേറ്റിന്റെ ഫൗണ്ടർ ഇല്ലേ, നിനക്കറിയില്ലേ? ആ അറിയാം, മാർട്ടിൻ സാറിന്റെ മോനാണല്ലേ. എന്ത് ചെയ്യാനാ, പറ്റിപ്പോയി. അത് ശരിയാ, അവർക്ക് പറ്റിപ്പോയ ആദ്യത്തെ അബദ്ധമാ ഈ നിക്കുന്നെ. അതെന്താ ചേട്ടായി അങ്ങനെ ഒരു ടോക്ക്? എടാ, പിന്നെ നിന്നെയൊക്കെ എന്താടാ ചെയ്യണ്ടേ? എടാ ഇറക്കെ, ഇവനുണ്ടല്ലോ കാണാനൊക്കെ മാന്യനാ, പക്ഷെ ഇവന്റെ കയ്യിലില്ലാത്ത ഉടായ്പില്ല. ലോക ഉടായ്പ ഇവൻ. ഏയ്, കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. ആ അത് തന്നെ, വെറുതെ ഓരോ അപവാദങ്ങൾ അങ്ങ് പറഞ്ഞുണ്ടാക്കിക്കോളും. എടാ മോനെ ലിയാമേ, എന്നെ കൊണ്ട് നീ കൂടുതൽ പറയിപ്പിക്കല്ലേ. ഞാൻ നിന്റെ സീനിയർ ആയിരുന്നു എന്ന ഓർമ്മ വേണം. നിന്റെ എല്ലാ ഉടായ്പിനും കൂട്ടി നിന്നിട്ടുള്ളവനാടാ ഈ ഞാൻ. അതൊക്കെ പണ്ടല്ലേ, അത് പിന്നെ കോളേജിൽ പഠിക്കുമ്പോ എല്ലാവർക്കും കാണാം കുറച്ച് കുറിച്ചൊക്കെ. ഇപ്പൊ അങ്ങനെയാണോ? ഒന്നില്ലേ, ഞാനൊരു കമ്പനി CEO അല്ലേ. ആ, നീ CEO ആയ കഥയൊന്നും പറയണ്ട കാട്ടുകോഴി. എടാ എറിക്കെ, ഈ പഞ്ചായത്തിലെ തന്നെ കോഴിത്തരത്തിന് കിരീടം വയ്ക്കാത്ത രാജാവായി ഇവൻ. ഞാനിപ്പോ കോഴിത്തരമൊന്നും കാണിക്കാറില്ല, അതൊക്കെ പണ്ടല്ലേ. അത് ശരിയാ, ഇപ്പൊ വായി നോക്കാൻ വേറെ എങ്ങോട്ടും പോകണ്ടല്ലോ, സ്വന്തം ഓഫീസിൽ തന്നെ ഉണ്ടല്ലോ കുറെ. ദേ, അനാവശ്യം പറയരുത് കേട്ടോ. ഞാനിപ്പോ കോഴിത്തരമൊക്കെ നിർത്തി, ഞാനിപ്പോ ഡീസന്റാ. അതെന്ത് പറ്റി രമണ, പെട്ടെന്നൊരു ചേഞ്ച്? ആ, ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ച അവസ്ഥയാ എന്റെ. എന്താടാ, പല വള്ളിക്കേസിലും പോയി ചാടിയോ? ഒന്ന് പോ ചേട്ടായി, അതൊന്നുമല്ല, ഇത് വേറെയാ. അത് വലിയൊരു കഥയാ. വലിയ കഥയാ? എന്നാ വേണ്ടടാ, ഇപ്പൊ കഥ കേൾക്കാൻ ഒട്ടും മൂടില്ല. നീ പിന്നെ വാ. അയ്യോ, അങ്ങനെ പറയല്ലേ, ഞാൻ ചുരുക്കി പറയാ. ആ, എന്നാ പറ. കഥ പറയാൻ പോകുവാണോ? അതെ, എന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ആ കഥ. എന്നാ ഒരു മിനിറ്റ്, ഇവനിത് എങ്ങോട്ടേക്കാ ഓടിയേ? ഇനി കഥ കേൾക്കുന്നത് ഇഷ്ടമല്ലേ? അല്ല, കഥ കേൾക്കാൻ പോകുമല്ലേ, അപ്പൊ കുറച്ച് സ്നാക്സ്. എടാ ഭീകരാ. താങ്ക്സ്. ആ ബ്രോ, എന്നാ കഥ തുടങ്ങിക്കോ. 1998 ഒരു ഡിസംബർ മാസം. വെയിറ്റ്, ഇത് ഫ്ലാഷ് ബാക്ക് ആണോ? യെസ്. എടാ, നീയല്ലേ പറഞ്ഞു ചുരുക്കി പറയാന്ന്, എന്നിട്ടിപ്പോ നീ ജനിച്ചപ്പോ മുതൽ പറയാൻ പോകുക. എനിക്ക് വേറെ പണിയുള്ളതാ. ഓ, എന്ത് പണി? ഇവിടെ ഈച്ച ഓടിച്ചോണ്ടിരിക്കുകയല്ലേ. ഒരൊറ്റ കുഞ്ഞുണ്ടോ ഇവിടെ, കുറെ ഈച്ചയല്ലാതെ. എടാ, എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ സഹിക്കും. എന്റെ സ്ഥാപനത്തെ പറഞ്ഞ പിന്നെ ഇവിടെ ചോര വീഴും. ആഹാ, എന്നാ ഒന്ന് കാണണല്ലോ. ഗായ്സ്, നിങ്ങൾ വിഷയത്തിന് തെന്നി മാറുന്നു. ആ ശരിയാണല്ലോ, ഞാൻ ഇവിടെ നിർത്തിയേ. എടാ എറിക്കെ, നിനക്ക് വേറെ ഒരു പണിയുമില്ലേ ഇവന്റെ ഊള കഥ കേൾക്കാൻ നിൽക്കാതെ? എടോ, തനിക്ക് വേണ്ടെങ്കിൽ വേണ്ട, മറ്റുള്ളവരെ എന്തിനാ പിന്മാറിപ്പിക്കാൻ ശ്രമിക്കുന്നേ? ജോയ്, ഇപ്പൊ എന്തായാലും വേറെ പണിയൊന്നുമില്ല, കസ്റ്റമറും ഇല്ല. അപ്പൊ പിന്നെ ഈ മഴയത്തൊരു കഥയൊക്കെ കേട്ട് ഇരിക്കാന്നേ. ടൈം അങ്ങനെയെങ്കിലും പോകട്ടെ. നീ വേണമെങ്കിൽ കേട്ടോ, എനിക്കൊന്നും കേൾക്കണ്ട ഇവന്റെ ഊളക്കഥ. വേണ്ടാത്തവർക്ക് വേണ്ട. ബ്രോ കേൾക്ക്, ഞാൻ എവിടെ നിർത്തിയേ? ഒരു ഡിസംബർ മാസം. യാ, 1998 ഒരു ഡിസംബർ മാസം. സാറയുടെ ഹസ്ബൻഡ് ആരാ? ഞാനാ സിസ്റ്റർ. ആൺകുഞ്ഞാ?
അച്ചോ, അപ്പയുടെ പൊന്നാണോടാ ഇത്? സിസ്റ്റർ, സാറയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലടോ, സെഡേഷനില. എനിക്കൊന്ന് കാണാൻ പറ്റുമോ? റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോ കാണാം. പിന്നെ എൻ്റെ ഒരു റോയൽ ലൈഫായിരുന്നു. ഒന്നും അറിയണ്ട, ചുമ്മാ ഒന്ന് ചിരിച്ചു കാണിച്ചാ മതി, എല്ലാം എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കും. ആകെ ഉള്ളൊരു പ്രോബ്ലം അപ്പൻ്റെയും അമ്മച്ചിയുടെയും റൊമാൻസ് കാണുക. ഓ ഗോഡ്, അൺസഹിക്കബിൾ. സാറേ, എടി എടി ഒരു ഉമ്മതാടി. പോയി ചായ, കുഞ്ഞിരിക്കുന്ന കണ്ടില്ലേ? എടി അവൻ കുഞ്ഞല്ലേ, നീ ഒന്ന് താ. ഈ മനുഷ്യൻ. ഐ ശരി, ഞാൻ കുഞ്ഞല്ലേ. എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മുന്നിൽ വെച്ച് റൊമാൻസ് കളിക്കാൻ വരും. ഇപ്പൊ ശരിയാക്കി തരാട്ടോ. അയ്യോ, കുഞ്ഞ് എഴുന്നേറ്റു. എടി എടി എന്റെ ഉമ്മ. ഉമ്മയൊക്കെ ഞാൻ പിന്നെ തരാം. കുഞ്ഞിനെ പിടിച്ച് അവന്റെ പാല് കുപ്പി എടുത്തിട്ട് വരട്ടെ ഞാൻ. ഇപ്പൊ നിനക്ക് കറിയണ്ടേ? എന്നാലും നിനക്കെന്ത് ടൈമിംഗ് ആടാ. സമ്മതിക്കരുത് കേട്ടോ. ഇല്ല, സമ്മതിക്കില്ല. അല്ല പിന്നെ അങ്ങനെ നിങ്ങള് എന്റെ മുന്നിൽ വെച്ച് റൊമാൻസ് ഉണ്ടാ. അങ്ങനെ 4 വർഷം കടന്നുപോയി. ഞാൻ എന്റെ ജീവിതം ഒരു രാജാവിനെ പോലെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാ അത് സംഭവിച്ചേ. 2002 ഒരു ജൂലൈ മാസം. സാറാമോ, എടി ഒരു കാപ്പി എടുത്ത്. ആയിച്ചായ, ഇപ്പൊ കൊണ്ടുവരാം. സാറേ, ഡോക്ടർ, സാറൊക്കെ എന്താ പറ്റിയേ? മാർട്ടിൻ, പേടിക്കാനൊന്നുമില്ല. ആൻഡ് കൺഗ്രാറ്റ്, ഷീസ് ക്യാരിങ്. അപ്പന്റെ ആ ചിരി കണ്ടപ്പോ എന്താന്നറിയില്ല, എനിക്കെന്തോ പണി വരുന്നുണ്ടെന്ന് ആരോ പറഞ്ഞ പോലെ തോന്നി. ആ തോന്നല് വെറുതെ ആയില്ല. 2003 മാർച്ച് 9 എന്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞ ദിവസം. എസ്, നിങ്ങളുടെ ഊഹം ശരിയാ. അവൾ വന്നു, എന്റെ ശത്രു. മാർട്ടിൻ സാറ ദമ്പതികളുടെ ദി വൺ ആൻഡ് ഓൺലി ഡോട്ടർ റേച്ചൽ മാർട്ടിൻ. ബെത്ലഹേം കുടുംബത്തിലെ ഏക പെൺതരി, എല്ലാവരുടെയും പൊന്നോമന. ബട്ട് എന്റെ കാലത്തി അവളുടെ വരവോടെ എന്റെ സ്ഥാനം അവള് കൊണ്ടുപോയി. പതിയെ പതിയെ അവൾ എന്റെ കളിപ്പാട്ടങ്ങൾ കൊണ്ടുപോകാൻ തുടങ്ങി. പിന്നെ എന്റെ സ്നാക്സ് ആയി, എന്റെ ബെഡ്റൂം, എന്തിന് എന്റെ ഡ്രസ്സ് പോലും അവള് കൊണ്ടുപോയി. അപ്പൊ തുടങ്ങിയതാ, ഇപ്പൊ എന്റെ സാലറി വരെ അവള് കൊണ്ടുപോകും. ഒരേ ഒരു പെങ്ങളല്ലേ എന്ന് പറഞ്ഞ് ഞാൻ എല്ലാം സഹിച്ചു, ക്ഷമിച്ചു. എന്നിട്ടും അവൾ അവിടെ കൊണ്ടൊന്നും നിർത്തിയില്ല. അവൾ എനിക്ക് തരുന്ന പാരകൾ, എന്റെ പൊന്നോ, അത് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. നിങ്ങൾക്കറിയോ ഞാൻ എങ്ങനെ കോഴിയായെന്ന്? ഞാൻ എന്നൊരു സത്യം പറയട്ടെ, ഞാനൊരു കോഴിയല്ല. അവൾ എന്നെ എല്ലാറ്റിനും മുന്നിൽ കോഴിയാക്കിയതാ. ഞാൻ +2 പഠിക്കുമ്പോ എനിക്കൊരു കുഞ്ഞു ക്രഷ് ഉണ്ടായിരുന്നു. ഞാൻ ആ പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യാൻ വരെ തീരുമാനിച്ചതാ.
അപ്പോഴാണ് എന്റെ ഒരേ ഒരു പുന്നാര പെങ്ങള് എനിക്ക് പാര വെച്ചത്. അവള് ഞാനൊരു കോഴിയാന്ന് ഈ നാട് മുഴുവൻ പറഞ്ഞു പരത്തി. അന്ന് മുതൽ ഞാനായി ഈ നാട്ടിലെ തന്നെ ഗിരിരാജൻ കോഴി. ബട്ട് അതെനിക്ക് ഇഷ്ടമായി. അതുകൊണ്ട് ഞാൻ ആ പോസ്റ്റ് സുമനസ്സേ സ്വീകരിച്ചു. എല്ലേലും നമ്മളെല്ലാവർക്കും സ്നേഹം വാരിക്കോരി കൊടുക്കണം എന്നാണല്ലോ. ഞാൻ പെൺകുട്ടികൾക്ക് മാത്രം കുറച്ച് കൂടുതൽ സ്നേഹം കൊടുത്തു. അത് തെറ്റാണോ? Hey girls. നീ പോടാ വായി നോക്കി. ഓക്കെ, ഇത് തൽപര കക്ഷിയല്ല. അതെ, അവിടെ ഒരു കൂട്ടം പെൺകുട്ടികൾ. ഇനി അവിടെ ചെന്ന് കുറച്ച് സ്നേഹം കൊടുക്കുക. മൈ ഡിയർ ലേഡീസ്, ഐ ആം കമ്മിങ്. തേടി ആ വായി നോക്കി വരുന്നുണ്ട്. എന്താണ് മോളെ, ജാടയാണോ? എടോ, തന്നോട് പറഞ്ഞിട്ടില്ലേ ഞങ്ങളുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യരുതെന്ന്? വാട്ട്? ഞാൻ ശല്യം ചെയ്തോ? എപ്പോ? ഞാൻ എല്ലാവർക്കും സ്നേഹം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് പെൺകുട്ടികൾക്ക് മാത്രം കൊടുക്കുന്നത് അത്ര നല്ലതല്ല ചേട്ടാ. ലുക്ക് കുട്ടി, സ്നേഹം എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും കൊടുക്കാനുള്ളതാ, അല്ലാതെ കെട്ടിപ്പുട്ടി അകത്ത് വെക്കാനുള്ളതല്ല. എടി വാടി, ഈ കാട്ടുവഴിയോടൊക്കെ സംസാരിച്ചാ നമ്മളുടെ ടൈം വേസ്റ്റ് ആകും. അപ്പോഴും റേച്ചൽ പറഞ്ഞതാ ഇവനെ കണ്ട മിണ്ടാൻ നിൽക്കരുതെന്ന്. ഇവനാളെ ശരിയല്ല. സ്വന്തം അനിയത്തി തന്നെ അങ്ങനെ പറയുമ്പോ അതിനെന്തെങ്കിലും കാര്യം ഉണ്ടാകുമല്ലോ. പകച്ചുപോയെന്റെ ബാല്യം. ഇതുകൂടി ആയപ്പോ എനിക്കും മടുത്തു. ഞാൻ അങ്ങനെ നാട് വിടാൻ തീരുമാനിച്ചു. യെസ് ഗായ്സ്, ഞാൻ നാട് വിടാൻ പോകുക. അങ്ങ് ദൂരേക്ക്, കാനഡയ്ക്ക്. അപ്പന്റെ കൈയും കാലും പിടിച്ച് എങ്ങനെയൊക്കെ അവിടെ ഒരു കോളേജിൽ PGക്ക് അഡ്മിഷൻ എടുത്തു. ആ 2 കൊല്ലമാണ് ഞാൻ സമാധാനം ശരിക്കും അറിഞ്ഞ് അവളുടെ പാരകളൊന്നുമില്ലാത്ത 2 years. വാവ്, മൈ കാനഡ, ഐ മിസ് യു. പക്ഷെ അവിടത്തെ പഠിത്തം കഴിഞ്ഞപ്പോ തിരിച്ചു വരാൻ അപ്പം നിർബന്ധിച്ചു. അങ്ങനെ എനിക്ക് വീണ്ടും നാട്ടിലോട്ട് വരേണ്ടി വന്നു. മച്ചാനേ, ഇതാരാന്നല്ലേ ചിന്തിക്കുന്നേ? ഇതാണ് എന്റെ 1 and only ചങ്ക്, എന്റെ ക്രെയിൻ പാർട്ട്ണർ, എന്റെ എല്ലാ മണ്ടത്തരങ്ങൾക്കും കൂട്ടു നിൽക്കുന്ന ഏക മുതൽ അബി. എനിക്ക് കിട്ടുന്ന പണികൾ ഷെയർ ഇട്ട് വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ഐറ്റം, മൈ ബെസ്റ്റ് ഫ്രണ്ട്. അച്ഛാനെ, നീ അങ്ങ് കാനഡയിൽ പോയി കുറച്ചുകൂടി തുടുത്തല്ലോടാ. ഒന്ന് പോടാ, ഇങ്ങനെ സത്യങ്ങളൊക്കെ വിളിച്ച് പറയാതെ. കൊച്ചു കള്ള. എടാ, നിനക്ക് അവിടുത്തെ വല്ല മതാമയും ഫ്രണ്ട്സ് ആയിട്ടുണ്ടോടാ? ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്തണേടാ. എനിക്കും കാനഡയ്ക്ക് പോയി സെറ്റിലാകാനാ. അതിന് നിനക്ക് ഇംഗ്ലീഷ് അറിയോ?
നീ എന്നെ അങ്ങനെ കൊച്ചാക്കല്ലേ. എനിക്ക് അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അറിയാം. പിന്നെ പ്രേമത്തിന് കണ്ണില്ല മൂക്കില്ല ഭാഷ ഒട്ടും ഇല്ലാന്നാണല്ലോ. മതാമിക പിന്നെ സെറ്റാക്ക. ആദ്യം നീ നടക്ക്. എനിക്ക് വീട്ടിൽ പോയിട്ട് വേണം അമ്മച്ചിയുടെ ചാളക്കറിയും കരിമീൻ പൊള്ളിച്ചതും കൂടി ചോറുണ്ണാൻ. ബർഗർ കഴിച്ച് മടുത്തു. എന്നാ വാ വേഗം പോകാം. അമ്മച്ചി ഞാൻ വന്നു. ആ വന്നോ? പോയി കുളിച്ചിട്ട് വാ. തിന്നാൻ വല്ലതോ ഫ്രിഡ്ജിൽ കാണും. ഇങ്ങനെയല്ലല്ലോ സീൻ വരേണ്ടത്. ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്ന അമ്മയല്ലേ വേണ്ടേ? ഇനി ശ്രദ്ധിച്ചു കാണില്ലേ? ഒന്നുകൂടി വിളിക്കാം. അമ്മച്ചി ഞാനാ അമ്മച്ചി, അമ്മയുടെ പൊന്നുമോൻ ലിയാം. എടാ ചെറുക്ക, എന്റെ കണ്ണിന് തിമിരൊന്നുമില്ല, എനിക്ക് കാണാം. എന്നിട്ടെന്താ അമ്മയ്ക്കൊരു എക്സ്പ്രഷൻ ഇല്ലാത്ത? ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നൊക്കെ വിചാരിച്ചതാ ഞാൻ. ഒന്ന് പോടെ ഇറക്ക. ഇവിടെ മനുഷ്യനാണ് നടുവേദന എടുത്തിട്ട് വയ്യ. ഇനി ഓടി വന്ന് കെട്ടിപ്പിടിക്കാത്ത കേടേ ഉള്ളൂ. എവിടെ പോയാലും അപമാനങ്ങൾ ഏറ്റുവാങ്ങാനാണല്ലോ എന്റെ വിധി. ആ ഇതാര്? കാനഡയിലെ സായിപ്പോ? ഈ കുട്ടി പിശാചി ഇവിടെ ഉണ്ടായിരുന്നു. ഇച്ചായ എനിക്കെന്താ കൊണ്ടുവന്നേ? നിനക്ക് ഞാൻ 2 അമ്മിക്കല്ല് പുഴുങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. എന്തേ? അപ്പോ എനിക്കൊന്നും കൊണ്ടുവന്നില്ല? നിനക്ക് മാത്രമല്ല ആർക്കും ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഒന്ന് മാറടി, ഞാൻ പോയി കുളിക്കട്ടെ. അമ്മച്ചി ചോറെടുത്ത് വെച്ചേക്ക്. എടാ ഇച്ചായൻ തണ്ടി, നിനക്കുള്ള പണി ഞാൻ തരാടാ. എനിക്ക് നീ ഒന്നും കൊണ്ടുവരില്ലേ? നിന്റെ അത്രയും സൗന്ദര്യം ഈ പഞ്ചായത്തിലല്ല, ഈ ലോകത്ത് തന്നെ ആർക്കും ഇല്ല. യു ഹാൻസം ബോയ്. കുറച്ചുകൂടി പൗഡർ ഇടാം. അമ്മച്ചി ചോറ് വന്നോ കോഴിത്തമ്പുരാൻ? അല്ല, ഈ കുട്ടിക്കൂറയുടെ പാക്ക് മുഴുവൻ തീർത്ത. എന്ത് പൗഡറാടാ? നിനക്ക് അസൂയാടി എന്റെ അത്ര സൗന്ദര്യം ഇല്ലാത്തോണ്ട്. ആരാടാ പറഞ്ഞേ ഞാൻ സുന്ദരിയല്ലാന്ന്? ഈ നാട്ടിലുള്ള മുഴുവൻ ആൺപിള്ളേര് എന്റെ പുറകെയാ. എന്റെ കർത്താവേ, ഈ നാട്ടിലെ ചെക്കന്മാരെയൊക്കെ കണ്ണടിച്ചു പോയ. അല്ലാതെ ഇവളുടെ പുറകെയൊക്കെ ആര് വരാനാ? എടാ രണ്ടും കൂടി വഴക്കിടാതെ വന്ന് കഴിക്കാൻ നോക്ക്. വാവ്, ഇന്ന് ഞാനൊരു പൊടി പൊടിക്കും. ഞാനും. നീ ഇനി പോയില്ലേ? ഇല്ല, നീയല്ലേ പറഞ്ഞേ അമ്മച്ചിയുടെ ചാളക്കറി ഉണ്ടെന്ന്. അതറിഞ്ഞിട്ട് ഞാൻ എങ്ങനെ പോകും? അമ്മച്ചിക്ക് അത് വിഷമമാകില്ലേ? സത്യം പറയാലോ, ഈ നാട്ടിലെ തന്നെ ഏറ്റവും അടിപൊളി ചാളക്കറി ആരുടെയാ? നമ്മുടെ സാറാമ്മച്ചിയുടെ. ഇത്രയും ടേസ്റ്റ് ആയിട്ട് ആര് ചാളക്കറി ഉണ്ടാക്കും? ഒന്ന് പോടാ. നീ ഇരുന്ന് സംസാരിക്കാതെ കഴിക്കാൻ നോക്ക്. ഇന്ന ഒരു കരിമീൻ കൂടി എടുത്തോ. ഇവനെ അധികം വളരാൻ വിട്ടൂടാ, ഞാൻ പട്ടിണിയാകും. ഇന്ന് അമ്മച്ചി തരാൻ പറഞ്ഞു. കണ്ടോടി അമ്മച്ചിക്ക് എന്റെ മേലുള്ള സ്നേഹം. എനിക്ക് മാത്രം സ്പെഷ്യൽ മാംഗോ ജ്യൂസ്. ഇതാണ് ആദ്യം ജനിച്ചാലുള്ള ഗുണം. നീ കുടുക്കി കുടുക്കി. നിനക്ക് എന്നോട് പുച്ഛമാണല്ലേ? കാനഡയ്ക്ക് പോയപ്പോ എന്നോടുള്ള പേടിയൊക്കെ മാറി. ഇത് വീണ്ടും ഒരു സ്റ്റാർട്ടിങ് ആയിക്കോട്ടെ. എടി റേച്ചലേ, നീ ആ പുതിയ വിമ്മിന്റെ ബോട്ടിൽ കണ്ടോ? ചേടാ, ഞാൻ കഴിഞ്ഞ ആഴ്ച മേടിച്ചതാ. അത് എവിടെ പോയോ എന്തോ. അമ്മച്ചി, ആ ബോട്ടിൽ കഴിഞ്ഞു. എനിക്ക് അതിന്റെ ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു. വാവ്, നല്ല അടിപൊളി ജ്യൂസ്. അമ്മച്ചി ജ്യൂസ് പൊളിച്ചു. ജ്യൂസാ? അതിന് ഞാൻ ജ്യൂസ് ഒന്നും ഇട്ടില്ലല്ലോ. അപ്പൊ ഈ ജ്യൂസ് എടി കുട്ടി പിശാച്, നിന്നെ. അയ്യോ, എന്റെ വയറ്റിനകത്തൊരു പൊട്ടലും ചീറ്റലും. ഇനി നിന്നാ ശരിയാകില്ല. എടി ഇതിനുള്ള പണി ഞാൻ വന്നിട്ട് തരാടി. ആയിക്കോട്ടെ, ഇപ്പൊ
പൊന്നുമോൻ ഓടിക്കോ, ഇല്ലേ ഇവിടെ മൊത്തം നാറും. ഇവനിതെങ്ങോട്ടാ ഈ വാണം വിട്ട പോലെ ഓടുന്നു? അയ്യോ ഞാൻ ചത്തേ, എന്നെ അങ്ങ് എടുക്കു കർത്താവേ, എനിക്ക് മേല. ഇന്നത്തെ ദിവസം മുഴുവൻ ഞാൻ ടോയ്ലറ്റിൽ തന്നെ ഇരുന്ന്. നിങ്ങളപ്പോ വിചാരിക്കും ഞാൻ എന്റെ തിരിച്ചവൾക്ക് പണിയൊന്നും കൊടുക്കാത്തേന്ന്. ഞാനൊരു അവസരം കിട്ടാൻ കാത്തിരിക്കോ അവൾക്കൊരു 8ഉം 10ഉം ചേർത്ത് 80ന്റെ പണി കൊടുക്കാൻ. പക്ഷെ അതിനു മുന്നേ എന്റെ അപ്പൻ തന്നെ എനിക്ക് പണി തന്നു. അമ്മച്ചി അപ്പനോട് പറ എനിക്കിപ്പോ കമ്പനിയിൽ കേറണ്ടാന്ന്. പിന്നെ നീ എന്തിനാടാ ഇത്രയൊക്കെ പഠിച്ചേ? പഠിച്ചെന്നും വെച്ച് പണിക്ക് പോണമെന്നുണ്ടോ? അതിനാണോടാ നിന്നെ ആ മനുഷ്യൻ കാനഡയ്ക്ക് അയച്ച് പഠിപ്പിച്ച്? മര്യാദക്ക് കമ്പനി പോയി ജോയിൻ ചെയ്തോ. ഞാൻ പഠിച്ചു കഴിഞ്ഞു വന്നല്ലേ ഉള്ളൂ. ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ, കുറച്ച് എൻജോയ് ചെയ്യട്ടെ. ഇത്രയും കാലം മോൻ എൻജോയ് ചെയ്തില്ലേ, ഇനി മതി. അപ്പാ അത് മാത്രമല്ല, ഞാൻ കാനഡയിൽ ഒരു കമ്പനിയിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിരിക്കുക. മിക്കവാറും എനിക്ക് ആ ജോലി കിട്ടും. അത് കിട്ടുമ്പോഴല്ലേ അപ്പൊ നോക്കാം. അപ്പൊ പ്ലീസ് കിട്ടിക്കഴിഞ്ഞ് എനിക്ക് പോകേണ്ടി വരും. അതുവരെ ഞാനൊന്ന് എൻജോയ് ചെയ്തോട്ടെ. ഇച്ചായ അങ്ങ് സമ്മതിക്കേ, ചിലപ്പോ അവന് ജോലി കിട്ടിയാലോ. എന്റെ മോനായ കൊണ്ട് പറയുകയല്ല, എനിക്ക് ഇവനെ തീരെ വിശ്വാസമില്ല. ഇവൻ ലോക ഉടായിപ്പ. ഇത് ഉടായിപ്പൊന്നും അല്ല, സത്യ. ഒരു 6 മാസം ഞാൻ തരും. അത് കഴിഞ്ഞിട്ട് നിനക്ക് ജോലി കിട്ടിയില്ലേ പിന്നെ അങ്ങ് കമ്പനിയിലോട്ട് വന്നോണം. മതി, അത് മതി. 6 മാസമല്ലേ, എനിക്കത് മതി. എനിക്ക് കുറച്ച് കടങ്ങളൊക്കെ തീർക്കാനുണ്ട് ഇവിടെ. അങ്ങനെ കാത്തിരുന്ന് ആ സുദിനം വന്നെത്തി ഗോയ്സ്. അവൾക്കൊരു മുട്ടൻ പണി കൊടുക്കാൻ പറ്റിയ ഒരു ദിവസം. ഹലോ എടി, നീ കേൾക്കുന്നുണ്ടോ? എടി, ഞാൻ അപ്പയോട് കമ്പനി സ്റ്റഡിക്ക് പോകുമെന്ന് കള്ളം പറഞ്ഞാ വരുന്നേ. നീ എങ്ങനെയെങ്കിലും ചാടാൻ നോക്ക്. എന്തോ ഉടായിപ്പ് മണക്കുന്നുണ്ടല്ലോ. നീ എന്തിനാ പേടിക്കുന്നു? തപ്പിപ്പോകുന്നത് അത്ര വലിയ കുറ്റമൊന്നുമല്ല. ഓഹോ, അപ്പൊ അതാണ് മോളുടെ പ്ലാൻ. കാണിച്ചു തരാടി. ഇന്ന് നിന്റെ മുഖംമൂടി ഞാൻ എല്ലാറ്റ മുന്നിലും വലിച്ചു കീറും. ഇത് മതി മോളെ റേച്ചലെ, ഇന്നത്തോടെ നിന്റെ കളി ഞാൻ അവസാനിപ്പിക്കും. ഒരു ബിയർ കൂടി പറയട്ടെ? അതിനെന്താ പറഞ്ഞു? എന്താ മോളെ റേച്ചലെ, ഷോക്കായോ? അല്ല, ഇപ്പൊ കമ്പൻസിയൊക്കെ പബ്ബിൽ വെച്ചാക്കിയോ? അത് ഇച്ചായ ഇവളുടെ ബർത്ത്ഡേ ആയിരുന്നു. അതാ ഞങ്ങള് അപ്പയോട് പറയല്ലേ ഇച്ചായ, പ്ലീസ്. ഇല്ല, പറയില്ല. പക്ഷേ കാണിച്ചു കൊടുക്കും. ഇത് ഞാൻ 2 പേരുടെ വീട്ടിലും കാണിച്ചു കൊടുക്കും. ഇച്ചായ ചതിക്കല്ലേ, അപ്പ അറിഞ്ഞ് എന്നെ കൊല്ലും. പ്ലീസ് ചേട്ടാ, ഞങ്ങൾ അറിയാതെ ചെയ്തതാ. ഇനി ആവർത്തിക്കില്ല. എന്റെ വീട്ടിലറിഞ്ഞ് എന്റെ പഠിത്തം നിർത്തും. പ്ലീസ് ഇച്ചായ, പ്ലീസ് പ്ലീസ്. ഇല്ല മോളെ, ഇത് ഞാൻ വെറുതെ വിടില്ല. നീ എനിക്ക് എന്തൊക്കെ പണി തന്നിട്ടുണ്ടോ അതിനൊക്കെയുള്ള തിരിച്ചടിയായത്. ഇത് ഞാൻ അപ്പയെ കാണിച്ചിരിക്കും. അല്ലേ വേണ്ട, അപ്പയെ ഇങ്ങോട്ട് വിളിക്കാം, അതാ നല്ലത്. കയ്യോടെ പൊക്കാലോ. എടി, ഇപ്പൊ എന്താ ചെയ്യാ? എനിക്കറിയില്ല. അപ്പ എന്നെ കൊല്ലും. ഞാൻ അപ്പയെ പറഞ്ഞതല്ലേ നിന്നോട് ഇതൊന്നും വേണ്ടാന്ന്. എനിക്ക് പേടിയാവുന്നു. എനിക്കറിയോ ഇപ്പൊ ഇവൻ കേറി വരുന്നു. ഇനി എന്താ ചെയ്യാ? കർത്താവേ, ഇവന്റെ കയ്യിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഞങ്ങളെ രക്ഷിക്കണേ. അപ്പാ ഇങ്ങോട്ട് വാ. എന്തിനാടാ പെട്ടെന്ന് വരാൻ പറഞ്ഞേ, അതും ഇങ്ങോട്ട്? അതൊക്കെ ഉണ്ട്. ഇന്ന് ഞാൻ അപ്പയ്ക്ക് മുന്നിൽ കുറെ സത്യങ്ങൾ തുറന്ന് കാണിക്കാൻ പോകുക. നീ എന്തൊക്കെയാടാ പറയണേ?
അപ്പാ ഇങ്ങോട്ട് വാ, അപ്പൊ എല്ലാം മനസ്സിലാകും. ബേബി യെസ്. Bygga naströmmel och beja och jag vandrar mig. Kjövlar mig slängna kera fulla manna french away. Känna skärra för att saluta forma. Brukar luva muga kasta trösta away. Now what do you do? Hey, hey, kai out the tala. ഹേ ബേബ്, ഇത് എവിടെ പോയതാ? ലിയാമേ, ആരാടാ ഇത്? ആ, എനിക്കറിയാൻ മേല. ആരാടി നീ? ബേബി, എന്നെയാണോ നീ ആരാന്ന് ചോദിച്ചേ? ഞാൻ നിന്റെ ആരാന്ന് നിനക്ക് അറിയില്ലേ ലിയ? നമ്മൾ എത്ര വർഷം പ്രേമിക്കുക? എന്താടാ ലിയാമേ ഇതൊക്കെ? അപ്പൊ സത്യമായിട്ട് എനിക്കറിയില്ല. എടി, ആരാടി നീ? സത്യം പറ. ഓഹോ, അപ്പൊ ഇത്രയും കാലം എന്നെ പ്രേമിച്ച് ചതിക്കുവായിരുന്നല്ലേ നീ? ലിയാമേ, എന്താടാ ഇത്? എനിക്കറിയാൻ പാടില്ലപ്പോ. അങ്കിളിന് ഒരു കാര്യം അറിയോ? ഞാനും ഇവനും തമ്മിൽ 2 വർഷം പ്രണയത്തില. ഇവരെ വിശ്വസിച്ചാ ഞാൻ എല്ലാരും വേർപ്പിച്ചു വന്ന്. എന്നിട്ടിപ്പോ എന്നെ കൈ ഒഴിയാൻ നോക്കുവാണോ? അയ്യോ പച്ചക്കളം. എടി കാട്ടുകള്ളി, സത്യം പറയടി, ആരാടി നീ? അപ്പാ, ഇവള് പറയുന്നതൊന്നും വിശ്വസിക്കില്ലേ. എനിക്ക് ഇവളെ അറിയ പോലും ഇല്ല. അങ്കിൾ, എന്നെ വിശ്വസിക്കണം. ഞാൻ കള്ളിയല്ല. ഇവരെ വിശ്വസിച്ച് പോയതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. എടി നിർത്തടി നിന്റെ അഭിനയം. കുറെ നേരമായി അവള് തുടങ്ങിയിട്ട്. എടി, അതാരാടി ആ പെണ്ണ്? ആ, എനിക്കറിയില്ല. അപ്പ കാണാതെ എങ്ങനെയെങ്കിലും മുങ്ങാൻ നോക്കപ്പ. എടി 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 നിർത്തടി നിന്റെ കള്ളക്കരച്ചിൽ. സത്യം പറയടി, നീ ആരാ? എന്റെ കർത്താവേ, ഞാൻ എന്ത് പറഞ്ഞാലും ഇവര് വിശ്വസിക്കാം. തന്നെ വിശ്വസിച്ച് ഞാൻ വന്നതല്ലേടോ. എന്തിന് എന്നെ പോലെ തന്നില്ലേ തനിക്ക്? എന്നിട്ട് എന്നോട് തന്നെ. ഞാൻ എന്താടാ ഈ കേട്ടെ? ഇതിനാണോടോ നീ കാനഡയ്ക്ക് പോയെ? അപ്പാ, ഇതൊന്നും സത്യമല്ല. എനിക്ക് ഇവളെ ആരാന്ന് പോലും അറിയില്ല. വേണ്ടെങ്കിൽ ഇനിയൊന്നും പറയണ്ട. എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. ഇച്ചാനെ മടുത്തു തോന്നുന്നു. ഞാൻ പോകുക. ഇനി ഒരിക്കലും ഇച്ചാന്റെ മുന്നിൽ ഞാൻ വരില്ല. ആടി പോ, വേഗം പോ. ഇനി ഇവിടെ നിന്നാ ചിലപ്പോ നീ എന്റെ കൈന്റെ ചൂടറിയും. ഞാൻ പോകുക. ബട്ട് ഇച്ചാനൊന്ന് ഓർത്തു വെച്ചോ, എത്ര കാലം കഴിഞ്ഞാലും ഞാൻ ഇച്ചാനെ മറക്കില്ല. ഐ സ്റ്റിൽ ലവ് യു. ഇത് കാണിക്കാനാണോടാ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയ നീ? വന്നത് നന്നായി. മോന്റെ തനി ഗുണം മനസ്സിലായി. നീ വീട്ടിലോട്ട് വാ, ബാക്കി അവിടെ ചെന്നിട്ട് തരാം. അപ്പാ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എന്റെ കർത്താവേ, എനിക്ക് മാത്രം എവിടുന്ന ഇത്രയും പണികൾ കിട്ടുന്നേ? ഇതിലും ഭേദം എന്നെ അങ്ങോട്ടേക്കും കൊണ്ടുപോ. ഞാൻ ഇനി വീട്ടിൽ പോയിട്ട് അമ്മച്ചിയുടെ മുഖത്ത് എങ്ങനെ നോക്കും? അവൾക്ക് പണി കൊടുക്കാൻ വന്നിട്ട് ഇപ്പൊ എനിക്കാണല്ലോ പണി കിട്ടിയത്. എന്നാലും എന്നോടിത് വേണ്ടായിരുന്നു. അയ്യോ എന്റെ കർത്താവേ, ഇങ്ങനെ ഒരുത്തനാണല്ലോ എന്റെ വയറ്റിൽ കുരുത്തൻ. എടാ, നീ കാരണം ഒരു പെൺകുട്ടിയുടെ കണ്ണീരാടാ ഈ മുറ്റത്ത് വീണേ. ഇനി ആ ശാപം ഞാൻ എവിടെ കൊണ്ടുപോയി തീർക്കും? അമ്മച്ചി, ഇന്നത്തോടെ നിർത്തിക്കോ നിന്റെ നാടി ചുറ്റൽ. നാളെ മുതൽ ഓഫീസിൽ വന്നോണം. അപ്പൊ എന്റെ കാനഡ? അവന്റെ കാനഡ ഒരിക്കൽ വിട്ടതിന് ഇപ്പൊ ഞാൻ ഖേദിക്കുന്നു. മര്യാദക്ക് ഞാൻ പറയുന്നത് കേട്ട് ഇവിടെ ഇരുന്നോണം. അപ്പാ, നാളെ മുതൽ ഓഫീസിൽ വന്നോണം. പിന്നെ ആ കുട്ടിയെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നോണം. ഏത് കുട്ടി? ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് ചതിച്ചതും പോരാ, അവൻ അഭിനയിക്കുന്ന കണ്ടോ? നിങ്ങൾക്കൊരു അമ്മയാണോ അമ്മ? ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്ക്. മിണ്ടിപ്പോകരുത് നീ. പറഞ്ഞതങ്ങ് കേട്ടാ മതി. എന്നാലും ഇച്ചായ, ഇത് മോശമായി പോയി. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഈ കുട്ടി പിശാചേ, നിനക്കുള്ളത് ഞാൻ പിന്നെ തരാടി. ആ, ഇപ്പൊ ഞാൻ പോയി കണ്ടുപിടിക്കവളെ. ആ, പിന്നെ ഇച്ചായ, ഞാൻ ഇച്ചാന്റെ ഫോണിൽ നിന്ന് ആ ഫോട്ടോ അങ്ങ് ഡിലീറ്റ് ആക്കിയേ. എടി, അപ്പൊ ഗുഡ് നൈറ്റ്. ഇതിലും ഗതികെട്ടവൻ വേറെ ആര് കാണും കർത്താവേ? എന്നാലും ഏതവളാ അത്? ലിയാമേ, നീ തളരരുത്. നീ അവളെ കണ്ടുപിടിക്ക്. എന്നിട്ട് അവളെ കൊണ്ട് തന്നെ സത്യം മുഴുവൻ പറയിപ്പിക്കണം.
എന്റെ കർത്താവേ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? പൊട്ടനായിരുന്നു ഞാൻ, പാട്ടുപാടാനറിയാതെ ആട്ടമാടാ. ഓ, ലൈഫ് ഫുൾ മൂഞ്ചലാന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോഴാ അങ്ങനെ ഒരാളെ നേരിക്കാണുന്ന. മൂഞ്ചലുകൾ ഏറ്റുവാങ്ങാൻ എന്റെ ജീവിതം ഇനിയും ബാക്കി. എനിക്കതെല്ലാം മനസ്സിലാകാത്ത. എന്നാലും അവൾ എന്തിനാടാ നിന്റെ ലവറാണെന്ന് പറഞ്ഞു വന്നേ? എന്നാലും എന്ത് കണ്ടിട്ടാ നിന്നെയൊക്കെ? താനപ്പോ വന്നു? തനിക്കല്ലേ എന്റെ ഊളക്കഥ കേൾക്കണ്ടെന്ന് പറഞ്ഞേ? ഓ, അതിലിപ്പോഴും ഒരു മാറ്റമില്ല. നിന്റെ കഥ ഒന്നിനും കൊള്ളില്ല. സീനിയറായി പോയി ഇല്ലേ? ഇല്ല, നീ എന്തു ചെയ്യും? ഫോൺ വന്നതുകൊണ്ട് താൻ രക്ഷപ്പെട്ടു. ഹലോ, എന്താടി? വരുമ്പോ എനിക്ക് ചീസ് കേക്ക് മേടിച്ചോണ്ട് വരണേ. എനിക്കൊന്നും വയ്യ, വേണേ വന്ന് മേടിക്ക്. അമ്മച്ചി, മേടിച്ചിട്ട് വരില്ലാന്ന് പറയുന്നു. ഓ, മേടിച്ചിട്ട് വരാം. ശല്യം. അനിയത്തിയായിരുന്നോ? അതെ, അവൾക്കിപ്പൊ ചീസ് കേക്ക് വേണം പോലും. അയ്യോ, ചീസ് കേക്ക് തീർന്നല്ലോടാ. ആ, നിനക്ക് ഞാൻ വേറൊരു സ്പെഷ്യൽ സാധനം തരാം. അത് ശരിയാകില്ല. ചീസ് കേക്ക് കൊണ്ടുപോയില്ലെങ്കിൽ അവിടെ ഒരു യുദ്ധക്കളമായിരിക്കും. എടാ, നീ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു വെറൈറ്റി സാധനമാടാ. എന്താ സാധനം? കപ്പ് കേക്ക്. കപ്പ് കേക്ക് ആണോ വെറൈറ്റി? ഒന്ന് പോ ചേട്ടായി, ഞാൻ ഇനി എവിടെ പോയാ ചീസ് കേക്ക് തരിക? എടാ, നീ കരുതിയ പോലെയല്ല ഇത്. എറുക്കുണ്ടാക്കിയതാടാ ഒരു അട്ടാറ് കപ്പ് കേക്ക്. നീ വേണേ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. അമ്പോ, പൊളി. എന്റെ എറുക്കെ, നിനക്ക് ഇത്രയും കഴിവുണ്ടായിരുന്നോ? എന്തായാലും കപ്പ് കേക്ക് കിടുക്കി. ഞാൻ പറഞ്ഞില്ലേ, എറുക്ക് ആരാന്നാ നിന്റെ വിചാരം? അവനെ 5 സ്റ്റാർ ഷെഫാ. എന്നിട്ടാണോ നീ തുക്കടക്കടയിൽ വന്ന് നിൽക്കുന്നേ? എടാ, എന്റെ സ്ഥാപനത്തെ അപമാനിച്ചാലുണ്ടല്ലോ. എറിക്, ഞാൻ സീരിയസ് ആയി ചോദിക്ക, തനിക്ക് ഞങ്ങളുടെ റെസ്റ്റോറന്റിൽ ഷെഫായി നിന്നൂടെ? അത് ഞാൻ നോക്കട്ടെ. ഞാൻ 2-3 അവിടെയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കേടോ, തനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്ക്. ഇതെന്റെ കാർഡാ. ശരിയടോ. ജോ ചേട്ടായി, കപ്പ് കേക്ക് എടുത്തോ. ഓക്കേടാ, ഒരു 5 മിനിറ്റ്. എറിക്, അപ്പോ ഇതിനു മുന്നേ താൻ എവിടെയായിരുന്നു? ഞാൻ മുംബൈയിലാ പഠിച്ചതും വളർന്നതൊക്കെ. ഇപ്പൊ അനിയത്തിക്ക് ഇവിടെ അഡ്മിഷൻ ശരിയായേ, അപ്പോ ഇങ്ങോട്ട് വന്നു. അപ്പോ അനിയത്തി ഉണ്ടോ? എന്റെ പോലത്തെ ആണോ ബ്രോ? അല്ലടോ, അവളൊരു പാവോ. ഇന്നാടാ കപ്പ് കേക്ക്. ശരി, എന്നാ ഞാൻ പോകുക. അല്ലടോ, താനിനി എന്താ ചെയ്യാൻ പ്ലാൻ? ആ കുട്ടിയെ കണ്ടുപിടിച്ചോ? ഇല്ല, പക്ഷെ ഒരു ദിവസം ഞാൻ അവളെ കണ്ടുപിടിക്കും. അന്ന് അവളുടെ അന്ത്യ ഈ ലിയാമാരാന്ന് അന്ന് അവൾ അറിയും. ആ, നീ വന്നോ? നിന്റെ ബൈക്ക് എവിടെ? അത് പണി തന്നു, വർക്ക്ഷോപ്പിലാ. കൊണ്ടുവന്നോ? ദാ കപ്പ് കേക്ക്. ഞാൻ ചീസ് കേക്ക് അല്ലേ മേടിക്കാൻ പറഞ്ഞേ? അവിടെ ചീസ് കേക്ക് ഒന്നുമില്ല. ഇത് അതിനേക്കാൾ സെറ്റ് സാധനം. ഞാൻ ടേസ്റ്റ് നോക്കിയാ മേടിച്ചേ. എനിക്കൊന്നും വേണ്ട. എടി, ഇതൊന്ന് കഴിച്ചു നോക്ക്. അമ്മച്ചി, ഒന്ന് കഴിച്ചു നോക്കിയേ. ആടാ, അടിപൊളി സാധനം. എടി, ഒന്ന് കഴിച്ചു നോക്കിയടി. എനിക്കൊന്നും വേണ്ട, എനിക്ക് ചീസ് കേക്ക് തന്നെ വേണം. എടി, വാശി പിടിക്കല്ലേ. അവൻ ഈ മഴയത്ത് ഇതെങ്കിലും മേടിച്ചിട്ട് വന്നല്ലോ. ഇപ്പൊ ഇത് കഴിക്ക്. നിനക്ക് നാളെ ചീസ് കേക്ക് മേടിച്ചിട്ട് തരാം. അമ്മച്ചി തന്നെ കഴിച്ചോ. ഈ പെണ്ണിന്റെ ഒരു കാര്യം. അവൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ തിന്നോളാം. അമ്മച്ചി, ഫുഡായോ? ഒരു 10 മിനിറ്റ്. എനിക്ക് വിശക്കുന്നു. അതിലൊരു കപ്പ് കേക്ക് കൂടി ഉണ്ട്. ഇപ്പൊ അത് കഴിക്ക്. കപ്പ് കേക്ക്, എനിക്ക് കപ്പ് കേക്ക്. അയ്യോ, കഴിഞ്ഞോ? അമ്മച്ചി, ഒന്നേ ഉള്ളോ? ഇനിയില്ലേ? നിനക്കല്ലേ വേണ്ടാന്ന് പറഞ്ഞേ? ഞങ്ങളെല്ലാരും കഴിച്ചു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞെന്ന് വെച്ച് നിങ്ങൾക്ക് എന്നെ ഒന്ന് നിർബന്ധിച്ചൂടെ? എന്റെ കൈയകലത്തിന്ന് മാറി നിന്നോ നീ. പാനാ കയ്യിലിരിക്കുന്നെ. നീ ഫ്രീ ആണോ? എടി, ഞാൻ ഓഫീസിലാ.
ആ അപ്പൊ ചൊറിയും കുത്തി ഇരിക്കുമായിരിക്കും. എന്നാ എന്നെ നീ പിക്ക് ചെയ്യാൻ വാ. ചോറിയും കുത്തിയിരിക്കുന്ന നിന്റെ അപ്പൻ. ദേ എന്റെ അപ്പനെ പറഞ്ഞാലുണ്ടല്ലോ. ഒന്ന് വെച്ചിട്ട് പോടി. ഇവിടെ മനുഷ്യന് 100 കൂട്ടം പണിയുണ്ട്. അപ്പഴാ അവളുടെ ഓരോ. എടാ ഇച്ചാന്തണ്ടി, നീ എന്നെ വിളിക്കാൻ വന്നില്ലേ? നിന്റെ സ്ട്രോബെറി മിൽക്ക് എടുത്ത് ഞാൻ എന്റെ ചാത്താമാർക്ക് കൊടുക്കും. ഇവിടെ ചിലപ്പോ അതും ചെയ്യും. പോകുന്നതാ ബുദ്ധി. നിന്റെ വിരട്ട് കേട്ട് പേടിച്ചിട്ടൊന്നുമല്ല. എനിക്കിപ്പൊ അങ്ങോട്ട് വരേണ്ട ആവശ്യം ഉണ്ടായിപ്പോയി. അതുകൊണ്ട് ഞാൻ വരാം. എന്റെ ഒരു വിധി. എവിടെ നോക്കിയാടാ നടക്ക. സ്പാർക്കടിച്ചു മോനെ. സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇറ്റ്സ് ഓക്കേ. ന്യൂ അഡ്മിഷൻ ആണോ? അല്ല, എന്റെ അനിയത്തി ഇവിടെയാ പഠിക്കുന്നേ. എനിക്ക് പ്രിൻസിപ്പളിനെ കാണേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ആണോ? അനിയത്തി ഏതാ ഡിപ്പാർട്ട്മെന്റ്? ഫാഷൻ ഡിസൈനിങ് സെക്കൻഡ് ഇയർ. ഞാൻ ഏതാ ക്ലാസ്സാ? അനിയത്തിയുടെ പേരെന്താ? എസ്തർ. എസ്തർ. ആ, ട്രാൻസ്ഫർ സ്റ്റുഡന്റ്. ആ അതെ. ഈ ഓഫീസ് എവിടെയാന്നൊന്ന് പറയാവോ? അതിലെന്താ? വാ, ഞാൻ കാണിച്ചു തരാം. അത് വേണ്ട. കുട്ടിക്കൊരു ബുദ്ധിമുട്ടാകില്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഇയാള് വാ. അല്ല, തന്റെ പേരെന്താ? എറിക്. ഞാൻ റേച്ചൽ. എറിക്ക് വർക്ക് ചെയ്യുവാണോ? കർത്താവേ, മൂർഖനെയാണോ ഞാൻ ചവിട്ടിയേ? ഹലോ, എന്താലോചിക്കുക? ഒന്നുമില്ല. അല്ല, ഇന്ന് ക്ലാസ് ഇല്ലേ? ഇന്ന് ക്ലാസ് നേരത്തെ വിട്ടു. ആ, അതാ ഓഫീസ്. ഓക്കേടോ, താങ്ക്സ്. ഇറ്റ്സ് ഓക്കേ. ബൈ എറിക്. നമുക്ക് പിന്നെ കാണണം. ഒരു പേര് ലൂസാന്നാ തോന്നുന്നേ. എസ്തർ. ഇനി അവളെ വളച്ച് കുപ്പിയിലാക്കണം. എനിക്ക് വയ്യ. എന്തിനാ കർത്താവേ എനിക്ക് സൗന്ദര്യം വാരിക്കോരി തന്നെ. കുറച്ചു നേരം ആറ്റിറ്റ്യൂഡിട്ട് നിക്കാം. ഇതവളല്ലേ? അതെ, ഇതവള് തന്നെ. എടി കാറ്റ് കള്ളി. ജസ്റ്റ് മിസ്. ബസ്സിന് വരാൻ കണ്ട സമയം. അപ്പ മോള് ഇവിടെയാണല്ലേ പഠിക്കുന്നേ. നിന്നെ ഞാൻ എടുത്തോളാടി. ഈ കാർ ഇവിടെ ഇട്ടിട്ട് ഇവനിത് എവിടെ പോയി? ആ, ദേ വരുന്നു. നീ ഇതെങ്ങോട്ടാ പോയത്? അത് അവളെ പിടിക്കാൻ. തവളെ പിടിക്കാനാ? ഓ, തവളയല്ല, അവളെ പിടിക്കാൻ. ആരെ? അന്ന് പബ്ബിൽ വെച്ച് കണ്ടില്ലേ ആ കാട്ടുകളിയെ? അവളും ഇവിടെയാ പഠിക്കുന്നത്. ഇവിടെയോ? അങ്ങനെയാണെങ്കിൽ ഞാൻ അറിയേണ്ടതാണല്ലോ. നിന്റെ കയ്യില് ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ അവിടെ ഫോട്ടോ കൊണ്ട് നടക്കല്ലേ എന്റെ പണി. എന്തായാലും അവളിവിടെ തന്നെ ഉണ്ടല്ലോ, കണ്ടുപിടിച്ചോളാം ഞാൻ. ആ ചേട്ടൻ എന്ത് ലുക്കാ കാണാൻ. ഞാൻ അങ്ങേരെ എങ്ങനെയൊന്ന് വളയ്ക്കുക? കുറെ നേരമായല്ലോ ആലോചന തുടങ്ങിയിട്ട്. ഇനി എനിക്കെടുത്ത പണി തരാനുള്ള പ്ലാൻ ആണോ ഇത്? കർത്താവേ, ഒരു വഴിയുണ്ട്. എടി, നിനക്ക് ചീസ് കേക്ക് വേണമെന്ന് പറഞ്ഞില്ലേ? ഞാൻ പോയി മേടിച്ചിട്ട് വരാവേ. ഇച്ചായ, ചീസ് കേക്ക് വേണ്ട. ഇന്നലെ മേടിച്ച കപ്പ് കേക്ക് മതി. നിനക്കത് വേണ്ടെന്നല്ലേ പറഞ്ഞേ? അത് ഇന്നലെയല്ലേ? എനിക്കിപ്പോ അത് കഴിക്കാനാ തോന്നുന്നത്. അത് ജോച്ചേട്ടായുടെ ഷോപ്പിൽ നിന്നാ മേടിച്ചേ. എവിടെ നിന്നാണേലും എനിക്കത് മതി. പുല്ല് ചോദിക്കണ്ടായിരുന്നു. ഇതിന്നെങ്ങാനും ഒന്ന് എടുത്ത മോനെ ലിയാമേ, നിന്റെ കൈ ഞാൻ വെട്ടും. ഇത് കടിക്കോ? വേണ്ട, മോള് കഴിച്ചോ. നീ വയറിളക്കി ചോകോടി. എന്റെ ചാത്താമാരെ, എന്നെ കാത്തോണേ. സോ ടേസ്റ്റി.
ഇതാരും ഉണ്ടാക്കുന്നതെന്ന് എങ്ങനെയൊന്ന് അറിയാം? എന്താ ഒരു വഴി? ചേട്ടൻ ആ ഇതാരാ? റേച്ചലോ? ഹായ് ചേട്ടാ. നീ അങ്ങ് വളർന്ന് വലുതായല്ലോ. ഞാൻ അവസാനം കാണുമ്പോ നീ 10ൽ പഠിക്കുമായിരുന്നു. കാലം പോയ പോക്കേ. കച്ചവടമൊക്കെ എങ്ങനെ പോണു ചേട്ടാ? ആ വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോണു. ആ ചേട്ടാ, അന്ന് ഇച്ചാന്റെ കയ്യിൽ ഒരു കപ്പ് കേക്ക് കൊടുത്തിട്ടില്ലേ? അതാരുണ്ടാക്കിയതാ? ആ അതെന്റെ ഫ്രണ്ട് ഉണ്ടാക്കിയതാ. എന്തേ? ഒന്നുമില്ല, കപ്പ് കേക്ക് അടിപൊളിയായിരുന്നു. ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ, അല്ലേലും അവൻ എന്തുണ്ടാക്കിയാലും അടിപൊളിയാ. എന്നിട്ടാ ഫ്രണ്ട് എവിടെ? അവൻ ഇന്ന് ലീവാ. ഷോ, എനിക്കൊന്ന് കാണുന്നുണ്ടായിരുന്നു. അതിനെന്താ, മോള് നാളെ വാ, അവൻ ഇവിടെ ഉണ്ടാകും. ഓക്കെ, എന്നാ ഞാൻ പോയിട്ട് നാളെ വരാവേ. ബൈ ചേട്ടാ. ഹായ് ചേട്ടാ. ആ റേച്ചലോ? കപ്പ് കേക്ക് ഉണ്ടോ? കപ്പ് കേക്ക് റെഡി ആകുന്നതേ ഉള്ളൂ. അപ്പൊ പുള്ളിയുണ്ടോ ഇവിടെ? ആ അവനകത്തുണ്ട്. ഞാൻ പോയി ഒന്ന് പരിചയപ്പെട്ടോട്ടെ. പിന്നെന്താ? എറിക്ക്, കർത്താവേ, ഇത് ലാഭമായല്ലോ. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല്. ഹായ്, എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ റേച്ചൽ, അന്ന് കോളേജ് വെച്ച് കണ്ടില്ലേ? ആ ഓർമ്മയുണ്ട്. ഇവിടെയാണോ വർക്ക് ചെയ്യുന്നത്? അല്ല, ഇവിടെ ജസ്റ്റ് ഹെൽപ്പിന് നിക്കുവാ. എറിക്, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല താനായിരിക്കും കപ്പ് കേക്ക് ഉണ്ടാക്കിയെന്ന്. സത്യം പറയാലോ, തന്റെ കപ്പ് കേക്ക് ഒരു രക്ഷയില്ല, അടിപൊളിയാ, സോ ഡിലീഷ്യസ്. താങ്ക് യു. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എനിക്ക് കമ്മിറ്റഡ് ആണോ? എന്താ? ഗേൾ ഫ്രണ്ട് ആരെങ്കിലും ഉണ്ടോന്ന്? ഇല്ല. ഹാവ്, ഇപ്പഴൊരു സമാധാനായ. അല്ല, ഈ മുറപ്പെണ്ണ് അങ്ങനെ ആരെങ്കിലും? ഇല്ല. എന്തേ? അല്ല, ഒരു അപ്ലിക്കേഷൻ തന്നാ അക്സെപ്റ്റ് ചെയ്യാന്നറിയാനാ. അപ്ലിക്കേഷനോ? ചുറ്റി വളയ്ക്കാതെ കാര്യം പറയാൻ ഞാൻ. എനിക്ക് തന്നെ ഫസ്റ്റ് കണ്ടപ്പോ തന്നെ സ്പാർക്ക് അടിച്ചു. എനിക്ക് ഈ കാര്യങ്ങളൊക്കെ വലിച്ചു നീട്ടിക്കൊണ്ടുവന്നത് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് തന്നെ ഇഷ്ടമാ. താൻ ആലോചിച്ചിട്ട് ഒരു റിപ്ലൈ തന്നാ മതി. പിന്നെ ഈ കപ്പ് കേക്ക് ഞാൻ ഇങ്ങനെ എടുക്കുവാണേ. ബൈ, ലവ് യു. അല്ല, ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചേ? എടേ ഇടയ്ക്ക് കപ്പ് കേക്ക് റെഡിയായോ? ഇവനിത് ഏത് ലോകത്താ? എടേ ഇറക്കേ ഇറക്കേ. എന്താ എന്താ? നീ ഇത് ഏത് ലോകത്താ? കപ്പ് കേക്ക് റെഡിയായോ? ആ ആയി. എന്നിട്ട് എവിടെ? അതവള് കൊണ്ടുപോയി. ആര്? ഇപ്പൊ വന്നില്ലേ അവള്? എന്താ പേര്? ആ റേച്ചൽ. റേച്ചലാ? എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. എടാ ജോയ്, അവൾക്ക് വല്ല കുഴപ്പമുണ്ടോ? ഒരു പിരിയിളകിയ പോലെയാ അവളുടെ സംസാരമൊക്കെ. ഒന്ന് പോയേടാ, അതൊരു പാവം കൊച്ച. എടാ, അത് നമ്മുടെ ലിയാമിന്റെ അനിയത്തിയാ. ഏത്? മാർട്ടിൻ സാറിന്റെയോ? ഇവളെ കുറിച്ചാണോ ലിയാം പറഞ്ഞേ? ആ അതെ. എന്താടാ? വെറുതെ അല്ല ലിയാം അങ്ങനെ പറഞ്ഞേ. ഒന്ന് പോയേടാ, അവളൊരു പാവ. അവന് പണി കൊടുത്തിട്ടുണ്ട്. അവൻ അതിന് തക്ക എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ടാകും. അല്ലാതെ അവള് വെറുതെ ഒന്നും ചെയ്യില്ല. എന്നാലും ഒരു ലെക്ക് കെട്ട മട്ട. അതിന് മാത്രം അവളെന്താടാ പറഞ്ഞേ? അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞടാ. നിന്നെയോ? അതിന് നിന്നെ ഇപ്പോഴല്ലേ കാണുന്നേ? അല്ല, എനിക്ക് അവളെ നേരത്തെ അറിയാം. അവളെന്റെ വാവയുടെ ക്ലാസ്സിലാ പഠിക്കുന്നേ. നമ്മുടെ വാവയുടെ കൂടെയോ? ആടാ. എന്നാ മോനെ, അഡ്വാൻസ് ആയിട്ട് എന്റെ കൺഗ്രാറ്റ്സ് ഇരിക്കട്ടെ. അവളുടെ സ്വഭാവം വെച്ച് നോക്കുകയാണെ ഇനി അവള് നിന്നെ കൊണ്ടേ പോകൂ.
ഇച്ചായനാ? എസ്തറിനെ കൊണ്ടുവിടാൻ വന്നതാണോ? എന്റെ കൊച്ചെ, നിന്റെ പ്രശ്നം എന്താ? നീ എന്തിനാ എന്റെ പുറകെ നടക്കുന്നേ? ഒരു എസ് പറഞ്ഞ നമുക്ക് പിന്നെ ഒരുമിച്ച് നടക്കാലോ. നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു എനിക്കിപ്പൊ പ്രേമിക്കാനൊന്നും താല്പര്യമില്ലാന്ന്? വേണ്ട, ഇപ്പൊ വേണ്ട. ബട്ട് എപ്പോഴെങ്കിലും വരുമല്ലോ, അതുവരെ ഞാൻ പുറകെ തന്നെ ഉണ്ടാകും. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചായ, I love you. എന്റെ കർത്താവെ, ഇതിന് നാണോ മാനോ ഇല്ലേ? ഹായ് ആന്റി. ആരാ? മനസ്സിലായില്ല. ഞാൻ എസ്തർ, റേച്ചലിന്റെ ഫ്രണ്ടാ. ആ, റേച്ചല് പറഞ്ഞിട്ടുണ്ട്. കേരുവാ മോളെ. റേച്ചലേ, ഒന്ന് താഴോട്ട് വന്നേ. ഇതേ എസ്തർ വന്നിട്ടുണ്ട്. മോളിരിക്കെ, ഞാൻ കുടിക്കാൻ എടുക്കാം. എസ്തറെ, ഇത് വല്ലാത്ത സർപ്രൈസ് ആയി പോയല്ലോ. നിനക്കൊന്ന് വിളിച്ചു പറഞ്ഞിട്ട് വന്നൂടെ? വിളിച്ചു പറഞ്ഞിട്ട് വന്ന അതെങ്ങനെ സർപ്രൈസ് ആകുക? നീ വാ. എന്നാ നിന്റെ ഫേവറേറ്റ് കപ്പ് കേക്ക്. ഷോ, ഇതൊന്നും വേണ്ടായിരുന്നു. വേണ്ടേ? എന്നാ ശരി, ഞാൻ തിരിച്ചു കൊണ്ടുവയ്ക്കോളാം. ഹാ, എന്റെ ചായൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. ചുമ്മാ പറഞ്ഞതാ. നീ അതിങ്ങ് തന്നേ. ആ, ഇന്നാ മോളെ, ഇത് കുടിക്ക്. താങ്ക്സ് ആന്റി. മോളുടെ വീട് എവിടെയാ? ഇവിടെ അടുത്താണോ? അല്ല ആന്റി, ഒരു ഹാഫ് ആൻ അവർ ട്രാവൽ ഉണ്ട്. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ അമ്മ ചെറുപ്പത്തിലൊരു ആക്സിഡന്റിൽ. ആ, മതി മതി മതി, കുടുംബ വിശേഷമൊക്കെ ചോദിച്ചത്. സാറാമ്മോ, ഇന്ന് ലഞ്ചിന് എസ്തർ ഉണ്ടാവും. സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയേക്ക്. അയ്യോ, അതൊന്നും വേണ്ട. ഞാൻ കുറച്ചു കഴിഞ്ഞ് പോകും. ഞാൻ ചുമ്മാ ഇവളെ കാണാൻ വന്നതാ. അതൊന്നും പറഞ്ഞാ പറ്റില്ല. നിന്നെ ഇപ്പൊ ഒന്നും വിടാൻ ഒരു പ്ലാനും ഇല്ല. നിന്റെ ഇച്ഛാനെ ഞാൻ വിളിച്ചു പറയാം. റേച്ചലേ, നീ മോൾക്ക് വീടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക്. എസ്തറെ, വാ. ഇതാരാ? ആ, അതോ, അതാണ് എന്റെ ഒരേ ഒരു ഇച്ചായൻ, ലിയാം മാർട്ടിൻ. ഇത് നിന്റെ ഇച്ചായനായിരുന്നു? അയ്യോ, നിനക്കെന്റെ ഇച്ചായനെ അറിയോ? അറിയോന്ന് ചോദിച്ചാ ഒരു ദുർബല നിമിഷത്തിൽ പരിചയപ്പെടേണ്ട വന്നു. അതെ, നീ വളഞ്ഞു മൂക്ക് പിടിക്കാതെ ഒന്ന് ക്ലിയർ ആയി പറയും. എടി, പറ്റിപ്പോയി. കുടിച്ച് ബോധമില്ലാതെ ചെയ്തതാ. ഫ്രണ്ട്സ് എല്ലാരും കൂടി എനിക്ക് പ്രാങ്ക് ചെയ്യാൻ അറിയില്ലാതെ പറഞ്ഞ് കളിയാക്കിയപ്പോ ചെയ്തു പോയതാ. പിറ്റേ ദിവസം കുടിച്ച് കെട്ടിറങ്ങിയപ്പോഴാ ചെയ്ത് തെറ്റായി പോയത് മനസ്സിലായേ. അപ്പൊ നീയായിരുന്നു എന്നെ രക്ഷിച്ച മാലാക. മാലാഖയാ? എന്റെ മോളെ, നീ ബോധമില്ലാതെ ചെയ്തതാണെങ്കിലും അതുകൊണ്ട് രക്ഷപ്പെട്ടത് ഞാനാ. എടി, നിന്ദിച്ചാന് എന്നെ കണ്ട തിരിച്ചറിയോ? ആ, ബെസ്റ്റ്. നിന്നെ കണ്ട കൊല്ലം നടക്കുവാവൻ. അപ്പോഴാ. അയ്യോ, ഞാനിപ്പോ എന്താ ചെയ്യാ? സോറി ചോദിച്ചാലോ? സോറി ചോദിക്കേണ്ട താമസം. അവൻ ഇപ്പൊ ശ്രമിക്കും. നിന്നെ കണ്ട കടിച്ചു കീറാൻ കാത്തിരിക്കുന്ന കടുവയത്. നീ മാക്സിമം അവന്റെ മുന്നിൽ ചെന്ന് ചാടാതെ നോക്ക്. അയ്യോ, ഇച്ചാനിപ്പോ ഇങ്ങോട്ട് വന്ന് എന്നെ കാണില്ലേ? ഏയ്, അത് പേടിക്കണ്ട. ഇച്ചായൻ ഇപ്പൊ ഓഫീസിലാ. ഇനി നെയ്റ്റേ വരൂ. അപ്പൊ അങ്ങളോ? പപ്പയും മീറ്റേ വരും. ഡോണ്ട് വറി മൈ ഗേൾ, നീ അതൊക്കെ വിട്. എനിക്ക് നിന്റെ ഇച്ചായനെ വളയ്ക്കാൻ ഒരു പ്ലാന് പറഞ്ഞതാ. അതൊരു വലിയ ടാസ്കാ. ഇച്ചാനി പ്രേമം എന്നൊക്കെ പറയുന്നത് ഒട്ടും താല്പര്യമില്ലാത്ത ടോപ്പിക്കാ. നിന്റെ ഇച്ചായൻ എന്താടി ഇങ്ങനെ പ്രേമ വിരോധിയായി പോയേ? പ്രേമ വിരോധിയൊന്നും അല്ല. അമ്മ മരിച്ച ശേഷം ഇച്ചാനായി ഫുൾ റെസ്പോൺസിബിലിറ്റിയും. അന്ന് എന്റെ ഇച്ചാന് വെറും 15 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ തുടങ്ങിയതാ ഈ ഓട്ടം. എന്നെ പഠിപ്പിക്കാനും ഇച്ചായന്റെ ഫീസ്, വീട്ടു ചിലവ് എല്ലാം കൂടി ആയപ്പോഴേക്കും ഇച്ചായൻ ലൈഫ് എൻജോയ് ചെയ്യാൻ തന്നെ മറന്നു. മറ്റുള്ളവരൊക്കെ എൻജോയ് ചെയ്ത് നടക്കുമ്പോ എന്റെ ഇച്ചായൻ മാത്രം പാർട്ട് ടൈം ഡ്യൂട്ടിക്ക് പോകുമായിരുന്നു. എന്തൊക്കെ വന്നിട്ടും എന്റെ ഇച്ചായൻ തളരാതെ പിടിച്ചു നിന്നു. എന്നെ ഒന്നും അറിയിക്കാതെ വളർത്തിയ.
കരയല്ലേ, ഇപ്പൊ എല്ലാം ശരിയായില്ലേ? നീ നോക്കിക്കോ, ഞങ്ങളുടെ കെട്ട് കഴിഞ്ഞ നിന്റെ ഇച്ചായനെ ഞാനൊരു രാജാവിനെ പോലെ കൊണ്ടു നടക്കും. ഒന്ന് പോടി, എന്ത് ഇച്ചായനായിരിക്കും നിന്നെ റാണിയെ പോലെ നോക്കാൻ പോകുന്നത്? ഇച്ചായനെ വിളിക്കുന്നു, എന്നെ ഇങ്ങതാ, ഞാൻ എടുക്കാം. ഹലോ ഹലോ, ഇതാരാ? എസ്തർ എവിടെ? എസ്തർ ഇവിടെ തന്നെയുണ്ട്. താനാരാ? ശരി, എന്റെ ശബ്ദം കേട്ടിട്ട് മനസ്സിലായില്ലേ? കൊള്ളാം, ഒന്നില്ലേലും എല്ലാ ദിവസവും തന്റെ പുറകെ നടക്കുന്നതല്ലേ ഞാൻ. റേച്ചൽ? ഹോ, അവസാനം കണ്ടുപിടിച്ചു. എസ്തറിന് ഫോൺ കൊടുത്തേ. സൗകര്യമില്ല, ഇയാൾ എന്റെ അടുത്ത് സംസാരിച്ചാ മതി. എസ്തർ ഇവിടെ കുറച്ച് ബിസിയാ. എടി, കളിക്കാതെ ഫോൺ കൊടുക്ക്. അതെന്താ തനിക്ക് എന്നോട് സംസാരിച്ചാ? നിന്നോട് എത്ര പറഞ്ഞാലും മനസ്സിലാകില്ലേ? ഇല്ല, പിന്നെ ഇന്ന് എസ്തർ വരാൻ കുറച്ച് ലേറ്റ് ആകും. അതൊന്നും പറ്റില്ല. അപ്പൊ ശരി മിസ്റ്റർ എറിക്, ബൈ, നാളെ കാണാം. എന്തുവാടി പാവം എന്റെ ഇച്ചായൻ? അത്ര പാവൊന്നുമല്ല. ഒന്നില്ലേലും എത്ര ദിവസമായി ഞാൻ അങ്ങോട്ട് പുറകെ നടക്കുന്നത്? ഒന്നില്ലേ ഇഷ്ടമാണെന്ന് പറയണം, ഇല്ലേ അല്ല എന്ന് പറയണം. ഇത് രണ്ടും ചെയ്യത്തില്ല. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ പുറകെ നടക്കുന്നത്. നീ ഫോണിട്ടാ, ഞാൻ ഇനി വിളിച്ചില്ലേ ടെൻഷനാകും. മീറ്റിംഗ് ക്യാൻസലായി. അതെന്ത് പറ്റി? ക്ലയന്റിന് വയറ്റിളക്കം വന്നു ഹോസ്പിറ്റലിലാ. നീ പോയി ഫ്രഷ് ആയിട്ട് വാ. അടാ, പിന്നെ റേച്ചലിന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. ഓ, ക്ലാരി അല്ലേ? ക്ലാരി അല്ലടാ, ഇത് പുതിയ ഫ്രണ്ടാ, എസ്തർ. എന്നാ ഭംഗിയാന്നറിയോടാ കൊച്ചിനെ കാണാൻ. അതുപോലെ ഒരു കൊച്ചിനെയാണ് നീ പ്രേമിച്ചു കൊണ്ടുവന്നേ. ഞാൻ കണ്ണും പൂട്ടി സ്വീകരിച്ചെന്ന്. പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ മോന്റെ കയ്യിലിരിപ്പ് കൊള്ളില്ലല്ലോ. അമ്മച്ചി, പിന്നെയോ ആ കാര്യം എടുത്ത് വലിച്ചിടല്ലേ. മനുഷ്യൻ ഇപ്പോഴാ അതൊക്കെ ഒന്ന് മറന്നു വന്നേ. അവനൊരു കുട്ടിയെ പ്രേമിച്ച് ചതിക്കാൻ നോക്കിയതും പോരാ, അവൻ നിന്ന് ന്യായം പറയുന്നു. എത്രയും വേഗം അവളെ കണ്ടുപിടിച്ച് മാപ്പ് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നോണം, കേട്ടല്ലോ? അമ്മച്ചി, ഞാൻ ആരെയും പ്രേമിച്ചിട്ടില്ല. എന്നെ ഒന്ന് വിശ്വസിക്ക്. എടാ, എന്റെ വായിലിരിക്കുന്നത് കേൾക്കാതെ പോയി കുളിക്കാൻ നോക്ക്. എന്റെ ഒരു വിധി. എന്റെ കർത്താവേ, അവളെ ഇപ്പൊ എന്റെ കൈ കിട്ടിയ ഞാൻ. ഇതവളല്ലേ? എന്റെ കർത്താവേ, നീ ഇത്ര പെട്ടെന്ന് എന്റെ പ്രാർത്ഥന കേട്ടോ? നിക്കടി അവിടെ. ഞാൻ നിൽക്കൂല. എടി കാട്ടുകള്ളി, നിക്കാനാ പറഞ്ഞേ. ഇവളിത് എന്തിന്റെ കുഞ്ഞാണ് എന്തോ. എന്തൊരു സ്പീഡ് അവൾക്ക്. എന്തായാലും ഈ വീട്ടിന് പുറത്തു പോയിട്ടില്ലല്ലോ. നിന്നെ ഞാൻ എടുത്തോളാടി. ഇവളിത് എങ്ങോട്ടാ മാഞ്ഞു പോയേ? അവസാനം നീ എന്റെ കൈ തന്നെ വന്ന് പെട്ടു. അത് ചേട്ടാ, അന്നൊരു അബദ്ധം പറ്റിപ്പോയതാ, സോറി. അവളുടെ ഒരു സോറി. നിനക്കെന്താടി ഇവിടെ കാര്യം? സത്യം പറ, നീ മോഷ്ടിക്കാൻ വന്നതല്ലേ? അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ മോഷ്ടിക്കാനൊന്നും വന്നതല്ല, ഞാൻ റേച്ചലിനെ കാണാൻ വന്നതാ. ഓ, അപ്പൊ നീയായിരുന്നു ആ ഫ്രണ്ട്. നിന്നെയാണോ മാമി പൂലോക സുന്ദരി എന്ന് പറഞ്ഞ്? അമ്മച്ചിക്ക് ഒരു കണ്ണട മേടിച്ചു കൊടുക്കേണ്ട സമയമായി. കണ്ടാലും മതി മുയലിന് പരിണാമം സംഭവിച്ച പോലെ. നിർത്തടോ, എനിക്ക് എന്താണ് ഒരു കുഴപ്പം? എടി കാട്ടുകളി, നിനക്ക് എന്താ കുഴപ്പമൊന്നോ? നീ കാരണം എന്റെ കാനഡയിലെ ജോലിയാടി പോയേ. ആണോ? കണക്കായി പോയി. അതെ മിസ്റ്റർ, അന്ന് ഞാൻ കുടിച്ച് ബോധമില്ലാതെ ചെയ്തതാ, സോറി. ഇറ്റ്സ് ജസ്റ്റ് എ പ്രാങ്ക്.
അങ്ങനെ കണ്ടാ മതി. അവളുടെ ഒരു പ്രാങ്ക് എന്റെ ജീവിതം വെച്ചിട്ടാണോടി നിന്റെ പ്രാങ്ക്? നീ കാരണം എന്റെ ലൈഫാടി പോയെ. എന്റെ അപ്പനും അമ്മച്ചിക്കും എന്റെ മേലുണ്ടായിരുന്ന വിശ്വാസമാ നീ ഇല്ലാതാക്കിയേ. അയ്യടാ, അത് ഞാനല്ല, അത് തന്റെ കയ്യിലിരിപ്പാ. അത്രയ്ക്ക് നല്ലതായത് കൊണ്ടാണല്ലോ സ്വന്തം പാരന്റ്സ് പോലും വിശ്വസിക്കാത്ത. എന്നിട്ട് എന്നെ പറയുന്നോ? താൻ കൂടുതലൊന്നും പറയണ്ട. താൻ ഒരു കാട്ടുകോഴിയാന്ന് എനിക്കറിയാം. റേച്ചൽ തന്നെ കുറിച്ച് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കുട്ടി പിശാച്. അതെ, ഒന്ന് മാറി നിന്ന് എനിക്ക് പോകായിരുന്നു. എങ്ങോട്ട്? നീ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സത്യം തുറന്ന് പറഞ്ഞിട്ട് പോയാ മതി. ചേട്ടാ, ഇത് വലിയ ശല്യമായല്ലോ. മര്യാദക്ക് എന്റെ കൂടെ വന്നോണം. എടാ, എന്റെ കൈ വിട്, എന്റെ കൈ വേദനിക്കുന്നു. അടങ്ങി നിക്കടി. ഞാൻ വരാം, എന്റെ കൈ വിട്. എനിക്ക് നിന്നെ ഒട്ടും വിശ്വാസമില്ല. മര്യാദക്ക് എന്റെ കൂടെ വന്നോ. ലിയാമേ, ആ, എന്റെ നടു. അയ്യോ മോളെ, എന്തെങ്കിലും പറ്റിയോ? ഇല്ല ആന്റി. എന്താടാ ഞാൻ ഈ കാണുന്നത്? ഇന്ന് എല്ലാവർക്കും സത്യം മനസ്സിലാകും. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലാന്ന്. ഡീ പറയടി. അതിയടാ, നീ കൂടുതലൊന്നും പറയണ്ട. നിന്റെ ഉടായ്പൊന്നും എന്റെ അടുത്ത് നടക്കില്ല. ഇച്ചായ, ഇവിടെ എന്താ ഈ നടക്കുന്നേ? എന്താ എന്താ ഇവിടെ ഒരു ബഹളം? ഓ, വന്നോ മഹാറാണി. എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. ഇത് നിന്റെ പ്ലാൻ ആണോന്ന്. സത്യം പറയടി. നിന്നെ അന്ന് പബ്ബിൽ വെച്ച് കൈയോടെ പൊക്കിയത് കൊണ്ട് നീ എനിക്ക് തന്ന പണിയല്ലേടി ഇത്? മതിയടാ, ഇനി നീ ഇവളെ കൂടി ഇതിലോട്ട് വലിച്ചിടണ്ട. അപ്പാ, ഞാൻ പറയുന്നത് സത്യ. അന്ന് ഞാൻ അപ്പനെ പബ്ബിലോട്ട് വരാൻ പറഞ്ഞത് തന്നെ ഇവിടെ കള്ളക്കളി കൈയോടെ പൊക്കാനാ. എന്നിട്ട് അവസാനം പണി കിട്ടിയത് എനിക്കും. അതെ, ആരെങ്കിലും ഇവിടെ എന്താ നടക്കുന്നേന്നൊന്ന് പറയാവോ? എടി സാറേ, ഈ കൊച്ചാടി അന്ന് പബ്ബിൽ വെച്ച് കണ്ടേ നമ്മുടെ മോന്റെ. എന്റെ കർത്താവേ, എടാ കുരുത്തം കെട്ടവനെ. എന്റെ പൊന്നമ്മച്ചി, എന്നെ ഒന്ന് വിശ്വസിക്കി. ഡി കാട്ടുകളി, സത്യം പറയടി. ഇപ്പൊ തന്നെ നീ എല്ലാവരുടെ അടുത്തും സത്യം പറഞ്ഞോ. എടി പറയാൻ. സോറി, എല്ലാരും എന്നോട് ക്ഷമിക്കണം. കണ്ടോ കണ്ടോ കണ്ടോ. ഞാൻ കരുതിയെ ഇച്ചാന് എന്നോടുള്ള ദേഷ്യമൊക്കെ മാറിക്കാണുന്ന. പക്ഷെ ഇച്ചാന് ഇപ്പോഴും എന്നോട് ദേഷ്യമെന്നാ തോന്നുന്നത്. ലിയാമിച്ചായ, സോറി. അന്ന് ഞാൻ എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞതാ അതൊക്കെ. സോറി ഇച്ചായ, നമുക്ക് വീണ്ടും പഴയ പോലെ ആകാം. പ്ലീസ് ഇച്ചായ, എനിക്ക് ഇച്ചാനില്ലാതെ പറ്റില്ല. പ്ലീസ് ഇച്ചായ, എന്നോട് ക്ഷമിക്കേ. ഞാൻ അറിയാതെ ചെയ്തതാ. എടി എടി എടി, ഇന്ന് അഭിനയിക്കാത്ത സത്യം പറയടി. ആന്റി, അങ്കിൾ, ഞാൻ പറയുന്നത് സത്യ. ലിയാമിച്ചായ, എനിക്ക് ഇപ്പോഴും ഇച്ചാനെ ഇഷ്ടാ. എനിക്ക് ഇച്ചാനില്ലാതെ പറ്റില്ല. ഇച്ചാന് വേണ്ടിയാ ഞാൻ ഈ കോളേജിലോട്ട് ട്രാൻസ്ഫർ മേടിച്ച് വന്നതന്നെ. ഇച്ചാനെ കാണാൻ വേണ്ടി മാത്രം. എന്റെ പൊന്നു മോളെ, നീ ആള് കൊള്ളാലോ. മോള് കരയല്ലേ? അമ്മച്ചി, അവള് പറയുന്നതൊന്നും വിശ്വസിക്കല്ലേ. ലിയാമേ, നിർത്തിക്കോ. ആ കൊച്ച് ഇത്രയൊക്കെ പറഞ്ഞിട്ട് നീ ഇപ്പോഴും അവളെ തന്നെ കുറ്റം പറയുവാണോടാ? അങ്കിൾ വേണ്ട, ഇച്ചാനി ഒന്നും പറയല്ലേ. കണ്ടോടാ അവൾക്ക് നിന്നോടുള്ള സ്നേഹം. എന്റെ മോളെ, നിനക്ക് ഇവനെ അല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലേ പ്രേമിക്കാൻ? പറ്റിപ്പോയി ആന്റി. എന്നാലും ഇച്ചായ, ഇത് മോശമായിപ്പോയി. ഇത്രയ്ക്കും വേണ്ടായിരുന്നു. മോള് വാ, കരയല്ലേ. സാരമില്ല ആന്റി, എനിക്ക് വിശ്വാസമുണ്ട്. ഇച്ചാന്റെ ദേഷ്യമൊക്കെ മാറുമ്പോ എന്നെ സ്വീകരിക്കുന്നു. ഇന്നു മുതൽ ആന്റി അങ്കിൾ അല്ല, പപ്പ അമ്മ എന്ന് വിളിച്ചോണം. അമ്മച്ചി, എന്താടാ? ആന്റി അല്ല അമ്മ, ഞാനെന്നാ പോകുവാ. ഇത്ര പെട്ടെന്നോ? എന്റെ ഇച്ചാനോടെ കാത്തിരിക്ക. ഞാൻ പോട്ടെ, പിന്നെ ഒരു ദിവസം വരാം. മോൾ ഒറ്റയ്ക്ക് പോണ്ട. എടാ ലിയാമേ, മോളെ കൊണ്ട് വിട്ടിട്ട് വന്നേ. ഞാനാ? എന്റെ പട്ടി പോകും അവളെ കൊണ്ടാക്കാൻ. തൽക്കാലം നിന്റെ പട്ടിയെ ഞാൻ അയക്കുന്നില്ല. നീ തന്നെ പോയാ മതി. അപ്പാ പോടാ.
എന്നാ ഞാൻ പോയിട്ട് വരാം. Bigga nostra me la bea we a bumblebee shoulder be saying che era funa mana french away che la schiena fera salito forma bruca luga muga casta trasta uè. കുറച്ച് കലിപ്പന, എന്നാലും പാവ. എന്താ എസ്തറേ, സ്പാർക്ക് അടിച്ചോ? അടിച്ചോന്ന് തോന്നുന്നു. ജോച്ചേട്ടായി, എനിക്ക് ചേനവിടെ. അവൻ പോയല്ലോ. എങ്ങോട്ട്? അവന്റെ ജോലി ശരി, അപ്പൊ അവൻ പോയി. എവിടേക്കാ പോയേ? അവന് ഏതോ ഒരു വലിയ റെസ്റ്റോറന്റിൽ ജോലി കിട്ടി, അവൻ അങ്ങോട്ട് പോയി. എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അത് നീ അവൻ അവിടെ പോയി ശല്യം ചെയ്യുന്ന പേടിച്ചു കാണും. ഞാനൊരു അതിശോക്തി പറഞ്ഞതാ. ഇപ്പൊ എന്താ ചെയ്യോ? ഐഡിയ. ഇതുങ്ങളൊക്കെ എവിടെ നിന്ന് കുറ്റിയും പറിച്ചോണ്ട് വരുന്നു ആവോ? എന്ത് പറ്റിയടോ? എന്റെ പൊന്നെറുക്കെ ഒരു അഹങ്കാരം പിടിച്ചൊരുത്തി വന്നിട്ടുണ്ട്. ഏത് ഡിഷ് കൊണ്ട് കൊടുത്താലും കുറ്റം മാത്രമേ പറയുന്നുള്ളൂ. ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങൾ? ഏതെങ്കിലും വലിയ വീട്ടിലെ കൊച്ചായിരിക്കും. എന്നും വെച്ച് കൊണ്ടുപോയി കൊടുക്കുന്നതിന് മൊത്തം കുറ്റം പറയാൻ നിന്നാലോ? ഇപ്പൊ കൊടുത്തതൊന്നും പോരാഞ്ഞ് അവൾക്കിപ്പോ കപ്പ് കേക്ക് വേണം പോലും. എന്താ പറഞ്ഞ്? അവൾക്ക് എന്ത് വേണമെന്ന്? കപ്പ് കേക്ക്. കപ്പ് കേക്ക്? എടാ, ഈ വന്നിരിക്കുന്ന പെൺകുട്ടിയെ കാണാൻ എങ്ങനെയാ? കാണാനൊക്കെ ഒടുക്കത്തെ ലുക്ക, ബട്ട് കയ്യിലിരിപ്പ് ഇതായി പോയില്ലേ? ഒരു പൂച്ചക്കുട്ടിയുടെ മുഖമാണോ? ആ, ഒരു പൂച്ചയുടെ കട്ടുണ്ട്. ഇത് എനിക്കുള്ള പണിയാ. നിനക്കുള്ളതാ? ഇതിലൊട്ടും മധുരമില്ലല്ലോ. ഫൈനലി വന്നോ? ഷോ, എത്ര നേരമായിന്നറിയോ ഞാൻ ഇവിടെ ഇരുന്ന് ഷോ എടുക്കാൻ തുടങ്ങിട്ട്. ഇപ്പോഴെങ്കിലും ഒന്ന് വന്നല്ലോ. നിനക്ക് എന്താ വേണ്ടേ? എനിക്ക് കപ്പ് കേക്ക്. റേച്ചൽ, ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന പ്ലേസാ. ഇവിടെ കിടന്ന ഒരു സീൻ ക്രിയേറ്റ് ചെയ്യരുത്. ഓ സോറി സോറി, ഞാനത് വേണം വെച്ച് ചെയ്തതല്ല. തന്നെ കാണാൻ വേറെ വഴിയില്ലാഞ്ഞിട്ടാ. പിന്നെ ചേട്ടന്മാരെ ഡിഷൊക്കെ പൊളിയാട്ടോ. ഞാൻ ചുമ്മാ പറഞ്ഞതാ കൊള്ളില്ലാന്ന്. ദേ, ഈ നിൽക്കുന്ന മുതലിനെ ഒന്ന് കാണാൻ വന്നതാ ഞാൻ. സോറി ഗൈസ്. ഷോ, പാവം കൊച്ചു വെറുതെ തെറ്റിദ്ധരിച്ചു. വാ ഇങ്ങോട്ട്. ആ, എന്റെ കൈ. തന്റെ കൈ എന്താ ഉരുക്ക് കൊണ്ടാണ് ഉണ്ടാക്കിയേക്കണേ? എന്താ നിന്റെ ഉദ്ദേശം? തന്നെയും കെട്ടി തന്റെ കുഞ്ഞുങ്ങളുടെ അമ്മയാകുക. നിന്നോട് ഞാൻ എത്ര തവണ പറയണം എനിക്കിപ്പോ പ്രേമിക്കാൻ ഒട്ടും താല്പര്യമില്ലാന്ന്? ഞാനും തന്നോട് എത്ര തവണ പറയും, തനിക്ക് പ്രേമിക്കാൻ തോന്നുന്നവരെ ഞാൻ തന്റെ പുറകെ നടക്കുന്ന. റീച്ചൽ, എന്താ ചായ? നോക്ക്, ഇത് നിന്റെ ലാസ്റ്റ് വാണിങ്ങാ. ഇനി എന്റെ പുറകെ നടന്ന് ശല്യം ചെയ്ത നിന്റെ വീട്ടിലോട്ട് വരും ഞാൻ. പെണ്ണ് ചോദിക്കാനാണോ? ശ്ശോ, ഇത്ര പെട്ടെന്നോ? നിർത്തടി. ഇനി നീ എന്റെ പുറകെ ഒലിപ്പിച്ചോണ്ട് വന്ന നിനക്കൊരു അഹങ്കാരമുണ്ട്. നീ വിചാരിച്ചത് എന്ത് നിനക്ക് കിട്ടുന്ന്. എന്നാ മോളെ റേച്ചലെ, എന്റെ കാര്യത്തിൽ നിനക്ക് തെറ്റി. നിന്റെ അപ്പന്റെ പണത്തിന്റെ അഹങ്കാരം എന്റെ അടുത്ത് ഇറക്കണ്ട. മിസ്റ്റർ എറിക്, താൻ പറഞ്ഞത് ശരിയാ. ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളതെല്ലാം ഞാൻ നേടിയെടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും വെറുതെയല്ല, നല്ല പോലെ കഷ്ടപ്പെട്ടത് തന്നെയാ. പിന്നെ തനിക്കൊരു വിചാരമുണ്ട്, ഈ പണം ഉള്ളവരെല്ലാം ദുഷ്ടന്മാരാണെന്ന്. പണം ഉള്ളവനായാലും ഇല്ലാത്തവനായാലും എല്ലാം മനുഷ്യൻ തന്നെയാ. പണം വെച്ചല്ല ഒരുത്തന്റെ സ്വഭാവം അളക്കേണ്ടത്. താൻ വെൽ എഡ്യൂക്കേറ്റഡ് ആണല്ലോ, എന്നിട്ടും തന്റെ ചിന്താഗതി ഇപ്പോഴും പഴഞ്ചനാണല്ലോ. കഷ്ടം. അതേടി, ഞാൻ പഴഞ്ചൻ ചിന്താഗതി ഉള്ളവനാ. എന്റെ ചിന്താഗതി ഞാൻ മാറ്റാനും പോണില്ല.
എനിക്ക് നിന്നെപ്പോലെ ഒരു അഹങ്കാരം പിടിച്ചൊരു സാധനത്തെയല്ല എന്റെ ഭാര്യയായി വേണ്ടേ. അതുകൊണ്ട് ഇന്നത്തോടെ എന്റെ പുറകെയുള്ള നടത്തം നീ നിർത്തിക്കോ. ഇതുവരെ ഒരു പെണ്ണിനെയും ഈ എറുക്ക് തല്ലിയിട്ടില്ല. നീയായി അതിന് ഇടവരുത്തരുത്. തല്ലാൻ താൻ ഇങ്ങോട്ട് വാ. പിന്നെ എന്റെ അനിയത്തിന്റെ കൂടെയുള്ള കൂട്ട് അതങ്ങ് നിർത്തിയേക്കണം. നിന്റെ കൂടെ നടന്ന അതിന്റെ ചീത്ത പേര് അവൾക്കാ. മോനെ ഇറക്കെ, അത് പറയാൻ തനിക്കൊരു വയസ്സില്ല. ഞാൻ ആരുടെ കൂടെ ഫ്രണ്ട് ആവണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ, കേട്ടോ? തന്റെ ഈ പെരട്ട് കേട്ട് ഞാൻ അങ്ങ് പോകുന്നു വിചാരിച്ചിട്ടുണ്ട്. മോനെ ഇറക്കെ, നിനക്ക് തെറ്റി. ഞാൻ തന്നെയും കൊണ്ടേ പോകൂ. അപ്പോ എന്നാ ഞാൻ പോട്ടെ ഇച്ചായ. ആ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഐ ലവ് യു. എസ്തറേ, നീ അസൈൻമെന്റ് എഴുതി തീർത്തോ? എവിടെന്ന്? ബുക്ക് എടുത്ത ഏത് വഴിയാ നിദ്രാദേവി വരുന്നെന്ന് ഒരു പിടിയുമില്ല. എടി എസ്തറേ, അത് റേച്ചലിന്റെ ചേട്ടനല്ലേ? എവിടെ? അതാ ടേബിളിൽ ഒരു പെൺകുട്ടിയുടെ കൂടെ ഇരിക്കുന്നത്. പെണ്ണോ? ഈ കടുവയെ ഞാൻ ഇന്ന് കൊല്ലും. അപ്പൊ മാഡം ഈ ഡീല് ഉറപ്പിക്കുമല്ലേ? യെസ് മിസ്റ്റർ ലിയാം, എനിക്ക് ഓക്കെയാണ്. താങ്ക് യു സോ മച്ച് മാം. മാമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഡോണ്ട് ബി ഫോമൽ. ഇതൊക്കെ എന്ത്? ചിരിച്ചു സംസാരിക്കുന്ന ഇങ്ങനെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. Big and astro mela bea we a bumblebee shoulder say na kera funa mana ഇച്ചായ, kena skena fena salito forma ഈ പുരുഷന്റെ ഇവിടെ ഇച്ചായ, ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു, എന്താ കോൾ എടുക്കാഞ്ഞേ? എങ്ങനെയാ? എപ്പാ? Who is this, Leah? അത് മാം. ഞാൻ ആരെന്ന് പറഞ്ഞു കൊടുക്കിച്ചായ. അല്ലേ വേണ്ട, ഞാൻ തന്നെ പറയാം. ഞാൻ ലിയാമിന്റെ ഗേൾ ഫ്രണ്ടാ, സൂൺ ടു ബി വൈഫ്. വൈഫാ? അപ്പൊ ലിയാം എൻഗേജ്ഡ് ആയിരുന്നു. ഞാൻ കരുതി സിംഗിൾ ആയിരിക്കുന്നു. അല്ല മാം, ഞാൻ അതെ, ഞങ്ങൾ 2 years ആയി റിലേഷൻഷിപ്പിലാ, അല്ലേ ഇച്ചായ? സോ നൈസ്. എനിവേ, കൺഗ്രാറ്റ്സ് ലിയാം. അല്ല, ഗേൾ ഫ്രണ്ടിന്റെ പേരെന്താന്നാ പറഞ്ഞേ? എസ്റ്റർ. ഹിസ് നെയിം. അപ്പൊ ലിയാം ആൻഡ് എസ്റ്റർ ഹാപ്പി മാരീഡ് ലൈഫ്. എന്നാ ഞാനങ്ങ് പോകുവാടോ. ലിയാം, ഡീൽ സൈനിങ്ങിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്താ പറയട്ടോ. പോയി ജാടത്തേണ്ടി. എന്താടി നിന്റെ ഉദ്ദേശം? നിന്റെ അഭിനയം ഇനി നിർത്താനായില്ലേ? എന്റെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് അഭിനയിച്ചതും പോരാഞ്ഞ് ഇപ്പൊ നാട്ടുകാരുടെ മുന്നിൽ വെച്ചായോ? എന്താ പറയുന്നേ? അഭിനയിക്കോ? ഞാനോ? ഐഡിയർ മോളെ, ഒത്തിരി വിളച്ചിലിറക്കല്ലേ. നീ സത്യം പറ, എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഒരു നാടകം കളിച്ചേ? ചുമ്മാ ഒരു രസം. നിനക്ക് കളിച്ച് രസിക്കാൻ എന്റെ ലൈഫ് തന്നെ വേണോ? ലുക്ക് മിസ്റ്റർ ലിയാം, തന്നോട് വഴക്കിട്ട് നിൽക്കാൻ എനിക്ക് ടൈമില്ല. ഞാൻ പോകുക. ബൈ. എടി മോളെ എസ്തറെ, നീ കളിച്ചത് എന്നോടാ. ഈ ലിയാം മാർട്ടിൻ ആരാന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാടി. ഇത്രയും നീ കളിച്ചില്ലേ, ഇനി ബാക്കി കളി ഞാൻ കളിക്കും. ഇത്ര നേരമായിട്ട് എന്താ വരാത്തെ? വരുന്നുണ്ട്. ഷോ, ഇങ്ങനെ ദിവസം കൂടുന്തോറും ഗ്ലാമർ കൂടി വരുവാണല്ലോ. ഇവൾക്ക് വേറെ ഒരു പണിയുമില്ലേ? ഗുഡ് മോർണിംഗ്. ഓ, പുച്ഛം. തനിക്ക് എന്താടോ എന്നെ കാണുമ്പോ ഒരു പുച്ഛം? ആഹാ, കേൾക്കാത്ത പോലെ നിൽക്കുന്ന എനിക്ക് ചായ. എനിക്ക് ചായ. സിസ്റ്ററെ, ഇവിടെ എത്ര നേരം ഞാൻ കിടക്കണം? ഒരു 2 ദിവസം. അതൊന്നും പറ്റില്ല. ഇന്ന് പോകാൻ പറ്റുമോ? ഒന്ന് അടങ്ങി കിടക്കേണ്ട കൊച്ച്. ഇച്ചായ, ഓറഞ്ച് ഒന്നും മേടിച്ചില്ലേ? ഇതാരാ സാറിന്റെ? ഞാൻ കെട്ടാൻ പോകുന്ന ആളാ.
എവിടെന്ന് കിട്ടി ഇതിനെ? അതെ, നേഴ്സിന്റെ പണി നോക്കിയാ മതി, കേട്ടല്ലോ. എന്താ പറ്റിയേ? ദാ കിടക്കുമല്ലേ, അങ്ങോട്ട് തന്നെ ചോദിക്കും. ഹായ് എടി, നീ വരുമ്പോ ആപ്പിൾ ഓറഞ്ച് ഒന്നും കൊണ്ടുവന്നില്ലേ? ഓറഞ്ചാ? പെണ്ണ്, നിനക്ക് ആക്സിഡന്റ് ആയിന്ന് കേട്ടപ്പോ ഓടിക്കെത്തിച്ച് വന്നതാ ഞാൻ. എന്തിന്? എരിക്കിച്ചാനുണ്ടല്ലോ ഇവിടെ. എന്റെ ഏട്ടായി നല്ല കെയറിങ്ങാ. ഇച്ചായ, ശരിക്കും എന്താ സംഭവിച്ചേ? റോഡ് ക്രോസ് ചെയ്യുമ്പോ വണ്ടി വന്ന് ഇടിച്ചതാ. എന്നിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ? കൈക്കും കാലിനും ചെറിയൊരു മുറിവുണ്ട്, പിന്നെ ഉണ്ടായിരുന്ന കുറച്ച് കിളിയും പോയി. ഹേ മിസ്റ്റർ, താൻ കാരണ എന്നെ വണ്ടി ഇടിച്ചത്. ഇച്ചായ, എന്റെ പൊന്നു വാവേ, ഞാനൊന്നും ചെയ്തില്ല. അതെ, താനൊന്നും ചെയ്യുന്നില്ല, അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവൾക്ക് 2 തല്ലി കിട്ടാത്തന്റെയാ ഈ പ്രശ്നം. ആക്ച്വലി ഇവിടെ എന്താ പ്രശ്നം? ഹായ്, ഏട്ടായി വന്നോ? ഇപ്രാവശ്യം നിന്റെ തലയ്ക്കാണോടി അടി കിട്ടിയേ? എടാ ഇച്ചായന്റെ, ഞാനൊരു റീല് പ്രാക്ടീസ് ചെയ്തതാ. ഇപ്പൊ ഓക്കെ ആയി. ലിയ, ഇത് എപ്പോഴും ഇങ്ങനെയാണോ? മോസ്റ്റ് ഓഫ് ദി ടൈം ഇങ്ങനെ തന്നെയാ. എടാ ഇച്ചായ, ഓറഞ്ച് മേടിച്ചോ? ഓ, മേടിച്ചു. എന്ത് വിലയാ എല്ലാത്തിനും. നോക്കി നിക്കാതെ വേഗം താ. ഇന്നാ എടി, അതിന് സ്ട്രോബെറി എന്റെ ആണേ. കുടുംബത്തോടെ ഇങ്ങനെയാണെന്നാ തോന്നുന്നത്. വേണോ ബ്രോ? വേണ്ട, കഴിച്ചോ. നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഇപ്പോഴെങ്കിലും ശ്രദ്ധിച്ചല്ലോ. എല്ലാവർക്കേ, ഇപ്രാവശ്യം ഇതിന് ഏത് ജംഗ്ഷനാ കിട്ടിയേ? സൂപ്പർ മാർക്കറ്റിന്റെ അവിടെ നിന്നാണോ അതോ ഹോസ്പിറ്റലിന്റെ അവിടുത്തെ വളവിന്നോ? ഏയ്, ഈ പ്രാവശ്യം കോളേജ് ജംഗ്ഷനിൽ വെച്ചാ ഇടിച്ചേ. അപ്പൊ ഇത് സ്ഥിരമാണോ? സ്ഥിരമാണോന്നോ? വർഷത്തിലൊരു 4-5 തവണയെങ്കിലും ഇതുപോലെ വണ്ടിക്ക് കുറുകെ ചാടി ഹോസ്പിറ്റലായില്ലേ ഇവൾക്ക് സമാധാനം കിട്ടില്ല. സ്ഥിരം ആ സൂപ്പർ മാർക്കറ്റിന്റെ ജംഗ്ഷനിൽ വെച്ചാ ഇരിക്കാറ്. ഇപ്രാവശ്യം എന്തോ സ്ഥലം മാറ്റി പിടിച്ചു. അടിപൊളി. ലിയാം, ഞാൻ എന്നാ ഇറങ്ങുവാ. ഓക്കേടോ, പിന്നെ താങ്ക്സ് ഇതിനിവിടെ എത്തിച്ചതിന്. വാവേ, നീ വാ, ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ആക്കാം. വാവയാ? നോക്കണ്ട, അതെന്റെ ഇച്ചായനോ. ഇച്ചായനാ? യു മീൻ ബ്രദർ? അതെ, ഇതാ എന്റെ അനിയത്തി. ഇതാണോ ബ്രോ പറഞ്ഞ ബ്രോയുടെ പാവോ അനിയത്തി? ഇവിടെ തന്നെയാ അത്, എന്റെ വാവ. എന്നാ ബ്രോ, വാവയും കൊണ്ട് പോയിക്കോ. അധികം നേരം ഇവിടെ നിക്കണ്ട. എടാളിയാ, ആ കാനഡ മദാമ എന്നെ തേച്ചടാ. നന്നായി. അല്ല, എന്തിനാ തേച്ചേ? എന്റെ ഇംഗ്ലീഷ് കൊള്ളത്തില്ലാന്ന് പറഞ്ഞാടാ അവൾ എന്നെ തേച്ച്. ഞാൻ അപ്പോഴും പറഞ്ഞതല്ലേടാ, പറ്റുന്ന പണിക്ക് പോയാ മതിന്ന്. ഇപ്പൊ എന്തായി? അതും ഒരു വിധത്തിൽ നല്ലതാ. ഇനി അവളെങ്ങാനും സെറ്റായ പിന്നെ എനിക്ക് കാനഡയ്ക്ക് പോവേണ്ട വന്നേനെ. നീ എന്തായാലും ഇനി കാനഡയ്ക്ക് പോണില്ലല്ലോ. ആര് പറഞ്ഞു പോകില്ലാന്ന്? ഞാൻ പോകും. അതിന് നിന്റെ അപ്പൻ നിന്റെ പാസ്പോർട്ട് തന്നിട്ട് വേണ്ടേ? അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും വാങ്ങിച്ചെടുക്കും. ആ, നോക്കിയിരുന്നോ, ഇപ്പൊ തരും. ആ പെണ്ണ് സത്യം പറയാതെ നിനക്ക് കാനഡയ്ക്കല്ല ഒറ്റയ്ക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല. അവളെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കും. നീ നോക്കിക്കോ. എന്ത് ചെയ്യാനാ പ്ലാൻ? താനെന്താ ഇവിടെ ചെയ്യുന്നേ? താനാ? ഇച്ചായനെ വിളിക്ക് ബേബി. ബേബിയാ? ബേബി ആദ്യമായിട്ട് വീട്ടിൽ വരുമല്ലേ ഞാൻ. ഒന്ന് കേറിയിരിക്കാൻ പറഞ്ഞൂടെ? എങ്ങോട്ടാ കേറി പോണേ? ഇച്ചായന് ചൂടോടെ ഒരു ചായ ഇങ്ങെടുത്ത്. ചായ ഒന്നുമില്ല, താൻ പോകാൻ നോക്ക്. എവിടെയാണ്? ഞാനിപ്പോ ഒറ്റയ്ക്കാ. ഒറ്റയ്ക്കാണോ? എന്നാ അത് നേരത്തെ പറയണ്ടേ? അപ്പൊ എന്തായാലും ഇനി ചായ വേണ്ട, എനിക്ക് വേറെന്തെങ്കിലും തന്നാ മതി. എന്ത് തരാൻ? നിന്റെ ചുണ്ടിന് താഴെയുള്ള മറുകില്ലേ,
അതെനിക്കൊന്ന് ഫീൽ ചെയ്യണം. താനിത് എങ്ങോട്ടാ കയറി വരുന്നേ? ഞാനൊന്ന് നിന്നെ ശരിക്കും കാണട്ടേന്നേ. പ്ലീസ് എന്റെ അടുത്തോട്ട് വരരുത്. പ്ലീസ് വേണ്ട, എന്നെ വിട്. ബേബി, നീ എന്തിനാ പേടിക്കുന്നേ? നിന്റെ ഇച്ഛാനല്ലേ. ഒന്നില്ലേലും 2 വർഷമായില്ലേ നമ്മൾ പ്രേമിക്കാൻ തുടങ്ങിയിട്ട്. ഇങ്ങനെ പേടിച്ചാലോ? ഇല്ല, പ്ലീസ് വേണ്ട. എന്താ പേടിച്ചോ? നീ ഇത്രയേ ഉള്ളൂ. ഞാൻ ശരിക്കും അറിഞ്ഞൊന്ന് കളിച്ചിരുന്നേ. മോളെ എസ്തറെ, നീ ഒരാഴ്ചക്ക് മര്യാദക്ക് നടക്കത്തില്ല. ഇപ്പൊ ഞാൻ നിന്നെ ഒന്നും ചെയ്യുന്നില്ല. അടുത്ത പ്രാവശ്യം ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ. അതുകൊണ്ട് മോള് എത്രയും പെട്ടെന്ന് എന്റെ അപ്പനോട് സത്യം മുഴുവൻ പറയാൻ നോക്ക്. ഇനിയും നിനക്ക് പറയാൻ ഉദ്ദേശമില്ലെങ്കിൽ നിന്റെ ഇച്ഛാനോട് ഞാൻ മോളുടെ പബ്ബിൽ വെച്ചുള്ള പ്രകടനം അങ്ങ് പറയും. ഷേ, എനിക്കിനത് നേരത്തെ അറിയാലോ. പിന്നെ ഞാൻ എന്തിനാ ഒന്നുകൂടി പറഞ്ഞ് ടൈം കളയുന്ന? പക്ഷേ അവൻ അത് നീയാണെന്നറിയില്ല. അത് നീയാണെന്ന് ഞാൻ അങ്ങ് അവനോട് പറയും. പിന്നെ തെളിവിന് എനിക്ക് വേറെ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. എന്റെ അപ്പൻ തന്നെ മതി. അങ്ങനെ വഴിക്ക് വാ. ഞാൻ പറയണ്ടെങ്കിൽ എന്റെ അപ്പനോട് സത്യം മുഴുവൻ പറഞ്ഞു. ഇല്ലേ, പാവം നിന്റെ ചേട്ടൻ. ഇത്രയും കാലം നിന്റെ മേലെ വെച്ച വിശ്വാസം മുഴുവൻ ഞാൻ ചീറ്റുകൊട്ടാരം പോലെ തകർക്കും. എന്തേ, വേണോ? എന്നാ നീ ഇവിടെ ഇരുന്ന് ആലോചിക്കും. അപ്പൊ മോളെ എസ്തറേ, ഇച്ചായം പോട്ടെ. വന്നോ? അപ്പോ എന്നാ നമുക്ക് പോയാലോ? നീ പറ, എങ്ങോട്ട് പോണം? എറിക്കിനെ കാണണോ അതോ എന്റെ അപ്പനെ കാണണോ? എന്ത് തീരുമാനിച്ചു? നിന്റെ നാടകം ഇതുവരെ നിർത്തിയില്ലേ? മാറി നിക്കടി. എടി, മാറി നിക്കാനാ പറഞ്ഞ്. ആൾക്കാര് ശ്രദ്ധിക്കുന്നു. പുതിയ ഡ്രാമയായി ഇറങ്ങിയതാണോ നീ? ഇത് ഡ്രാമയൊന്നുമല്ല. പിന്നെന്താ നിന്റെ പുതിയ പ്രാങ്കാ? ഇത് ഡ്രാമയും പ്രാങ്കൊന്നുമല്ല. എനിക്ക് ഇച്ചാനെ ഇഷ്ടോ. കൊള്ളാം. ഇത് ആരുടെ പ്ലാനാ? നിന്റെയോ അതോ എന്റെ പുന്നാര അനിയത്തിന്റെയോ? ഞാൻ സീരിയസ് ആയി പറഞ്ഞതാ. എനിക്ക് ഇയാളെ ഇഷ്ടോ. എടിയടി, നിന്റെ വിളച്ചിലൊന്നും എന്റെ അടുത്ത് വേണ്ട, കേട്ടല്ലോ? മര്യാദക്ക് നിന്റെ ഡ്രാമ നിർത്തിയിട്ട് എന്റെ അപ്പനോട് വന്ന് സത്യം മുഴുവൻ പറയാൻ നോക്ക്. ഞാൻ സീരിയസ് ആയി തന്നെയാ പറഞ്ഞേ. എനിക്ക് തന്നെ ഇഷ്ടാ. എപ്പോ മുതലാണെന്ന് എനിക്കറിയില്ല. എനിക്ക് തന്നെ ഇഷ്ടാ. ഐ ലവ് യു. എന്നെ കണ്ട പൊട്ടനെ പോലെയുണ്ടോ നിനക്ക്? ഇത്രയൊക്കെ നീ എന്നോട് ചെയ്തിട്ട് ഇനിയും ഞാൻ നീ പറയുന്നത് വിശ്വസിക്കണമെന്നാണോ പറയുന്നത്? എടാ കടുവ, ഒന്ന് വിശ്വസിക്ക്. ഞാൻ പറയുന്നത് സത്യാ. ഞാൻ ഇനി എന്ത് ചെയ്താലും താൻ വിശ്വസിക്കുക. മോളെ എസ്തറെ, ഈ നമ്പറൊക്കെ നിന്റെ കൈ തന്നെ വെച്ചാ മതി. പ്രേമമാണ് പോലും. ഒന്ന് പോയടി. ഇപ്പൊ വിശ്വാസമായോ?
ഡാ നിന്റെ ടൈം പാസിന് എന്റെ പെങ്ങളെ തന്നെ വേണമല്ലേ? ഇച്ചായ, ഇച്ചായ നിർത്ത്, അടിക്കല്ലേ ഇച്ചായ പ്ലീസ്. ഇച്ചായ പ്ലീസ് വേണ്ട. ഇനി നിന്നെ അങ്ങനെ ഒരു പെങ്ങളുടെ പരിസരത്ത് കണ്ട കൊന്നു കളയും പന്നി നിന്നെ. ഇച്ചായ, വാടി ഇങ്ങോട്ട്, നിനക്കുള്ളത് വീട്ടിൽ പോയിട്ട് തരാം ഞാൻ. നിനക്കെന്താ വേണ്ടേ? മാറി നിക്കങ്ങോട്ട്. എടി എങ്ങോട്ട് കയറി പോകുക? എസ്തറേ, എസ്തറേ, ഇറങ്ങി വാ. എടി അവളെ എന്തിനാ നിനക്ക്? ചേട്ടനും അനിയത്തിയും കൊള്ളാലോ, എന്റെ കുടുംബത്തിൽ കയറി തന്നെ രണ്ടിന് കളിക്കണമല്ലേ? തന്നോട് ഞാനൊന്നും ചോദിച്ചില്ല മിസ്റ്റർ എറി. തനിക്കുള്ളത് ഞാൻ പിന്നെ തരാം. ആദ്യം തന്റെ അനിയത്തിക്ക് കൊടുക്കാനുള്ളത് ഞാൻ കൊടുക്കട്ടെ. ആ വന്നോ? ഞാൻ കേട്ടത് സത്യാണോ? നിനക്ക് എന്റെ ഇച്ഛാന് ഇഷ്ടമാണോ? അവൾക്ക് ആരെയും ഇഷ്ടമല്ല. തന്നോട് ഞാൻ ചോദിച്ചില്ല. എസ്തർ പറ, ഞാൻ കേട്ടത് സത്യാണോ? നീ അങ്ങേരെ നോക്കണ്ട, നിന്റെ ഉള്ളിലുള്ളത് പറ. നിനക്ക് എന്റെ ഇച്ഛാന് ഇഷ്ടമാണോ? എനിക്കിഷ്ടമാ. എന്നിട്ട് നീ എന്താ എന്നോട് പറയാതിരുന്നേ? അത് നിന്നോട് ഞാൻ എല്ലാം പറയുന്നതല്ലേ, എന്നിട്ട് നീ എന്തിനാ ഇത്രയും വലിയ കാര്യം എന്നോട് മറച്ചു വെച്ചേ? ഇനി തന്നോട്. തനിക്കാരാടോ എന്റെ ഇച്ഛാനെ തല്ലാൻ അനുവാദം തന്നെ? എന്റെ പെങ്ങളെ കയറി പിടിച്ചവനെ പിന്നെ ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണോ? താൻ കണ്ടോ അവൻ ഇവളെ കയറി പിടിക്കുന്നേ? ഇല്ലേ, ഇവൾ അങ്ങനെ പറഞ്ഞോ? എന്റെ ഉത്തരവില്ലേ? എങ്ങനെയുണ്ടാകും? അതിന് അങ്ങനെയൊന്നും നടന്നിട്ട് വേണ്ടേ? പിന്നെ എന്റെ ഇച്ഛാനല്ല, തന്റെ ഈ നിൽക്കുന്ന അനിയത്തിയ എന്റെ ഇച്ഛാനെ കയറി കിസ് ചെയ്തത്. എന്റെ ഇച്ഛാന് ഇവൾക്ക് ഇങ്ങനെ ഒരു ഇഷ്ടമുള്ളത് പോലും അറിയില്ല. ഓ, നിന്റെ ഇച്ഛാന്റെ ഭാഗം ന്യായീകരിക്കാൻ വന്നതാകും. ഞാൻ ആരുടെ ഭാഗവും ന്യായീകരിക്കാൻ പറഞ്ഞതല്ല. പിന്നെ ഇവൾക്ക് എന്റെ ഇച്ഛാന് ഇഷ്ടമാണ്. ഇവള് ഇന്ന് മുതൽ എന്റെ ഇച്ഛാന്റെ പെണ്ണ. ഇവളുടെ കഴുത്തിൽ ഒരു മിന്നു വീഴുന്നുണ്ടെങ്കിൽ അത് എന്റെ ഇച്ഛാൻ കിട്ടുന്നതായിരിക്കും. അത് നീ അങ്ങ് തീരുമാനിച്ചാ മതിയോ? ഈ റേച്ചൽ ഒരു കാര്യം തീരുമാനിച്ച പിന്നെ അത് നടത്തിയിട്ടേ എനിക്ക് വിശ്രമമുള്ളൂ. നമുക്ക് കാണാം. ഈ റേച്ചൽ മാർട്ടിൻ ഒരു കാര്യം വെറുതെ പറയാറില്ല. എസ്തർ, നീ പേടിക്കണ്ട, നീ എന്റെ ഇച്ഛാനുള്ളതാ. ഇത് ഈ റേച്ചലിന്റെ വാക്കാ. പിന്നെ മിസ്റ്റർ എറിക്കിനോട് ഇനി എങ്ങാനും എന്റെ ഇച്ഛാന്റെ മേലെ തന്റെ കൈ പതിഞ്ഞോന്ന് ഞാൻ അറിഞ്ഞ പൊന്നു മോനെ എറിക്ക്, ഈ റേച്ചൽ ആരാന്ന് നീ അറിയും. എന്റെ ഇച്ഛാനെ തല്ലാൻ ഈ ലോകത്ത് എനിക്ക് മാത്രമേ അധികാരമുള്ളൂ. കേട്ടല്ലോ? പലരും പലതും പറയും, അത് കേട്ട് നീ തുള്ളാൻ നിന്ന. എസ്തർ, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ പണക്കാരുമായി കൂട്ടുകൂടരുതെന്ന്. ഇപ്പൊ കണ്ടില്ലേ, ഒരുത്തി വന്ന് വെല്ലുവിളിച്ചിട്ട് പോയിരിക്കണു. എനിക്ക് ലിയാമിനെ ഇഷ്ടം. എപ്പോഴും അറിയാതെ ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. നിർത്തിക്കുമല്ല ഇവിടെ വെച്ച്. പണക്കാർക്ക് നമ്മളെപ്പോലത്തെ പാവങ്ങൾ വെറും ഒരു കളിപ്പാവം മാത്രമോ? അവര് നമ്മളെ ഇട്ട് തട്ടിക്കളിക്കും. ആവശ്യം തീർന്ന എടുത്ത് കുപ്പയിലിടും. എന്റെ മോള് അവരുടെ ചതിക്കുഴി ചെന്ന് ചാടരുത്. നമ്മുടെ അമ്മയ്ക്ക് പറ്റിയ തെറ്റ് നിനക്ക് പറ്റരുത്. ആരാ? മനസ്സിലായില്ല. ഞാൻ മാർട്ടിൻ, ഇതെന്റെ ഭാര്യ സാറ. ഞങ്ങള് ലിയാമിന്റെ പാരന്റ്സാ. തനിക്ക് വിരോധം ഇല്ലെങ്കിൽ ഞങ്ങള് അകത്തോട്ട് കേറിക്കോട്ടെ? വരൂ. ആരാച്ചായ? വായി നോക്കി നിക്കാതെ അകത്ത് കേറടാ. ഇരിക്ക്. ഞാൻ എല്ലാവർക്കും കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഞങ്ങള് വന്ന കാര്യം വളച്ചു കെട്ടില്ലാതെ പറയാ. ഞങ്ങള് വന്നത് തന്റെ അനിയത്തിയെ എന്റെ മോന് ചോദിക്കാൻ വേണ്ടിയാ. മോനെ, ഈ പ്രണയം എന്നൊക്കെ പറയുന്നത് ഈ കാശും പണവും ജാതിയും മതവും എന്തിന്? ജെൻഡർ ഒന്നും കണ്ടിട്ടല്ല വരുന്നത്.
നമുക്ക് ആരോടാ എപ്പോഴാ ഇഷ്ടം തോന്നുവാന്നൊന്നും പറയാൻ കഴിയില്ല. അങ്കിള് പറഞ്ഞത് ശരിയാ, പക്ഷെ എന്റെ പെങ്ങളെ ഞാൻ എന്ത് വിശ്വസിച്ചാ ഇവന് കൈപിടിച്ചു കൊടുക്കണ്ടേ? അതുകൂടി ഒന്ന് പറയാവോ? ഇയാളെ ഞാൻ എന്റെ ഇച്ചാൻ എന്താണ് ഒരു കുഴപ്പം? എന്താ കുഴപ്പമില്ലാത്ത? ഈ നാട്ടുകാരോടൊന്ന് ചോദിച്ചു നോക്ക്, അപ്പറിയാ നിന്റെ ഇച്ചാന്റെ തനിക്കുണ. ഈ പഞ്ചായത്തിലെ ഒരു പെൺകുട്ടിയെ പോലും വെറുതെ വിട്ടിട്ടുണ്ടോ ഇവൻ? കോഴി എന്ന് പറഞ്ഞ ഇവനെ പോലത്തെ കോഴി ഈ നാട്ടിൽ കാണില്ല. പുന്നാര മോനെ, നീ വീട്ടിലോട്ട് വാട്ടാ. ഒരു കയ്യപ്പത്തം. നിന്റെ രണ്ട് കൈയും ഞാൻ ഇന്ന് തല്ലി ഒടിക്കും. നാട്ടുകാർ പലതും പറഞ്ഞു വരത്തും. അത് പറഞ്ഞിട്ട് എന്റെ തങ്കക്കുടം പോലത്തെ ഇച്ചാനെ പറ്റി അനാവശ്യം പറഞ്ഞുണ്ടാക്കുന്നോ? അപ്പാ, ഇത് നമ്മുടെ റേച്ചല് തന്നെയല്ലേ? ഇനി വഴിക്ക് വെച്ച് ആള് മറ്റേ മാറിപ്പോയോ? ഞാനും അത് തന്നെയാ നോക്കുന്നത്. ഇനി തേങ്ങ മറ്റേ തലയിൽ വീണോ? നാട്ടുകാർ ഒന്നും ഇല്ലാതെ അങ്ങനെ പറഞ്ഞുണ്ടാക്കില്ലല്ലോ. ശരി, സമ്മതിച്ചു. എന്റെ ഇച്ചാൻ കോഴിയായിരുന്നു. റേച്ചല്, അവിടെ മിണ്ടാതിരുന്നോണം. എന്റെ ഇച്ചാൻ കോഴിയായിരുന്നു എന്നുള്ളത് സത്യ. പക്ഷെ അതൊക്കെ പണ്ടല്ലേ. അല്ലേലും കോളേജിൽ പഠിക്കുമ്പോ ഏത് ചെക്കന്മാരാ കോഴിത്തരം കാണിക്കാത്തെ? അത് മാത്രമല്ല, എന്റെ ഇച്ചാന് ഒരു ദുശീലവും ഇല്ല. കുടിക്കില്ല, വലിക്കില്ല. ഇതുപോലത്തെ ചെക്കന് വേറെ എവിടെ കിട്ടും? ഷോ, പോ അവിടുന്ന്. എനിക്ക് നിന്നോട് തർക്കിക്കാൻ ഒട്ടും താല്പര്യമില്ല. ഞാൻ എന്തായാലും ഇവൻ എന്റെ പെങ്ങളെ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. ഇയാളെ ഞാനിന്ന് റൈച്ചൽ, മതി മോനെ. ഞാൻ എന്റെ മോൻ നല്ലവനാണെന്നൊന്നും പറയുന്നില്ല. അവന് കുറച്ച് കുരുത്തക്കേടൊക്കെയുണ്ട്, ഞാൻ സമ്മതിച്ചു. എന്നും പറഞ്ഞ് അവൻ അത്രയ്ക്ക് മോശമൊന്നുമല്ല. ഒന്നില്ലേലും അവനൊരു MBA ഗോൾഡ് മെഡലിസ്റ്റാ. ഇപ്പോ ഞങ്ങളുടെ എല്ലാ ബിസിനസ്സും അവൻ ഒറ്റയ്ക്കാ നോക്കുന്നത്. ഗോൾഡ് മെഡലിസ്റ്റാ? ചായ എസ്തർ, നീ അകത്തോട്ട് പോ. അതെന്തിനാ? അവൾ ഇവിടെ നിന്നോട്ടെ, അവളുടെ കൂടി കാര്യമല്ലേ പറയുന്നേ. മോനെ, നിന്റെ പേടി എനിക്ക് മനസ്സിലായി. സ്വന്തം പെങ്ങളുടെ കാര്യത്തിൽ എല്ലാവരും ചെയ്യുന്നതേ നീയും ചെയ്തിട്ടുള്ളൂ. ഈ അമ്മച്ചനെ സപ്പോർട്ട് ചെയ്യണോ അതോ കുറ്റപ്പെടുത്തണോ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഞങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ചൊക്കെ അറിയാം. നിങ്ങളുടെ അമ്മയ്ക്ക് സംഭവിച്ച പോലെ എസ്തറിനും സംഭവിക്കും എന്ന പേടിയാ അപ്പൊ മോനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത്. അതെ, എല്ലാ പണക്കാരും ദുഷ്ടന്മാരല്ല മോനെ. എന്റെയും ഇവളുടെയും അധ്വാനത്തിന്റെ ഫലമാ ഈ കാണുന്ന ഞങ്ങളുടെ ബിസിനസ് ഒക്കെ. ഒരു രാത്രി കൊണ്ട് ഉണ്ടാക്കിയതല്ല ഇതൊന്നും. ഞാൻ എന്റെ മക്കളെയും കഷ്ടം അറിഞ്ഞ് തന്നെ വളർത്തിയത്. അതുകൊണ്ട് തന്നെ അവർക്ക് പണത്തിന്റെ അഹങ്കാരം ഇല്ല. അത് എനിക്ക് 100% ഉറപ്പുണ്ട്. ഞങ്ങളുടെ അച്ഛൻ, അങ്ങനെ വിളിക്കാൻ പോലും അയാൾക്ക് യോഗ്യതയില്ല. അയാള് മുംബൈയിലെ തന്നെ വലിയൊരു കുടുംബത്തിലെയാ. എന്റെ അമ്മ കേരളത്തിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിലെയും. അമ്മയ്ക്ക് മുംബൈയില് അയാളുടെ PA ആയി ജോലി കിട്ടി വന്നതാ. എന്റെ അമ്മയെ അയാളെ പ്രേമിച്ച് അയാളുടെ ചതിയിൽ അകപ്പെടുത്തി കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് പറ്റിച്ചു. അവസാനം ഞാനുണ്ടായി. അതോടെ എന്റെ അമ്മയെ അമ്മയുടെ വീട്ടുകാർ കൈയൊഴിഞ്ഞു. അയാൾ അമ്മയെ അപ്പോഴും വിവാഹം ചെയ്യാന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു. പക്ഷെ ചെയ്തില്ല. ഓരോ കാരണങ്ങൾ പറഞ്ഞൊഴിയും. അവസാനം ഇവളും ഉണ്ടായി. അന്ന് അയാള് ഞങ്ങളെ ഇട്ടേച്ചങ്ങ് പോയി. പിന്നെ കുറെ കഴിഞ്ഞപ്പോ അമ്മയും പോയി. പിന്നെ ഞങ്ങൾ മാത്രം. അച്ഛനാരാന്നറിയാത്തവൻ, തന്തയില്ലാത്തവൻ, ചുറ്റുമുള്ളവരും മുഴുവൻ പറഞ്ഞ് കളിയാക്കും, കുത്തി മുറിവേൽപ്പിക്കും. അപ്പോഴും ഞാൻ ഇവളുടെ സുരക്ഷ മാത്രമേ നോക്കിയിട്ടുള്ളൂ. ആരെയും ഇവളെ ഒന്ന് നോക്കിപ്പോലും വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. ഇനി ആന്റി തന്നെ പറ, ഞാൻ എന്ത് വിശ്വസിച്ച ഇവന് കൊടുക്കുക? എനിക്കെന്റെ പെങ്ങളുടെ ഭാവിയാ വലുത്. എറിക്, ഞാൻ ഇത്രയും നേരം ഒന്നും പറഞ്ഞില്ല. അത് എനിക്ക് തന്നെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാ. കാരണം തെറ്റ് എന്റെ ഭാഗത്താ. എന്നെക്കുറിച്ച് ഞാൻ തന്നെ തന്നോട് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞാൻ മാറ്റി പറയുന്നുമില്ല. ഞാൻ അത്രയ്ക്ക് നല്ലവനൊന്നുമല്ല. പക്ഷെ തന്റെ അനിയത്തിയെ ഞാൻ ഒരിക്കലും കരയിക്കില്ല. അവള് എനിക്ക് ഒരിക്കലും ഒരു ടൈം പാസ് അല്ല. ആദ്യമൊന്നും എനിക്ക് അവളോട് ഒരു ഫീലിങ്സും ഇല്ലായിരുന്നു. എപ്പോ കണ്ടാലും വഴക്കായിരുന്നു. ബട്ട് ഇപ്പൊ അങ്ങനെയല്ല. ഈ 1 വീക്ക് ഞാൻ അവളെ എന്തുമാത്രം മിസ് ചെയ്തെന്ന് തനിക്കറിയില്ല. ആരോ പറഞ്ഞിട്ടുണ്ട്, ഈ പ്രേമം തോന്നാൻ ഒരുപാട് വർഷങ്ങളോ മാസങ്ങളോ വേണ്ട, ജസ്റ്റ് ഒരു സെക്കൻഡ് മതി. അത് അന്ന് താൻ അവളെ എന്റെ അടുത്തുനിന്ന് വലിച്ചുകൊണ്ട് പോയില്ലേ, അപ്പോഴാ ഞാൻ അവളുടെ പ്രണയം തിരിച്ചറിഞ്ഞ്
അവളുടെ കലങ്ങിയ കണ്ണുകളിൽ എനിക്കത് കാണായിരുന്നു. എറിക്, ഞാൻ ഒരിക്കലും എസ്തറിനെ വേദനിപ്പിക്കില്ല. ഞാൻ വാക്കു തരുക. ഞാൻ കാരണം ഇനി ഒരിക്കലും അവളുടെ കണ്ണ് നിറയില്ല. എനിക്കെങ്ങനെയാ ഇനി തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കുമെന്നറിയില്ല. താൻ പറഞ്ഞില്ലേ തനിക്ക് അവളുടെ ഭാവിയെ വലുതെന്ന്. എന്ന് എനിക്ക് വലുത് അവളുടെ സന്തോഷോ. അവളെ സന്തോഷിപ്പിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും. ഇനിയും തനിക്ക് എന്നെ വിശ്വാസമായില്ലേ? വേണ്ട, ഞങ്ങൾ പോയിക്കോളാം. അപ്പാ, അമ്മ, വാ പോകാം. റേച്ചലെ വാ. എപ്പോഴും എന്നെ വിശ്വാസമായിട്ടില്ല എന്നാ തോന്നുന്നേ. ഇനി ഇവിടെ നിൽക്കണ്ട. എസ്തറെ, നിന്റെ മനസ്സെങ്ങാനും മാറുവാണേ അങ്ങ് വന്നേക്കണം. എന്റെ അപ്പനും അമ്മച്ചിയും നിന്നെ 2 കൈ നീട്ടി സ്വീകരിക്കും. ലിയാം, എസ്തറെ അല്ലാതെ വേറൊരു പെണ്ണിനെ നീ നോക്കിയെന്ന് ഞാൻ അറിഞ്ഞ അന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും. കൊന്നു കളയും നിന്നെ ഞാൻ. ഇല്ല, ഞാൻ നോക്കില്ല. അങ്കിൾ, എസ്തറിന്റെ പഠിത്തം കഴിഞ്ഞ് അവൾക്ക് ജോലി കിട്ടാതെ ഞാൻ അവളെ കെട്ടിച്ചു വിടില്ല. പിന്നെ അവളുടെ പഠിത്തം കഴിയുന്നവരെ ഇവൻ എസ്തറിന്റെ 7 അയലത്ത് പോലും വരരുത്. അത് പറ്റൂല. ഞങ്ങളൊന്ന് പ്രേമിച്ച് തുടങ്ങിയിട്ട് പോലുമില്ല. എന്റെ കണ്ടീഷൻസ് ഞാൻ പറഞ്ഞു. ബാക്കി നിങ്ങൾക്ക് തീരുമാനിക്കാം. അവന് സമ്മതമാ? അല്ല, എനിക്ക് രണ്ടാമത് പറഞ്ഞ കണ്ടീഷൻ സമ്മതമല്ല. മോനാണെന്നൊന്നും ഞാൻ നോക്കില്ല. ഒന്നങ്ങ് വെച്ച് തരും. നിനക്ക് അവളെ കെട്ടണോ? കെട്ടണോ? എന്നാ ഇപ്പൊ അവന്റെ കണ്ടീഷന് സമ്മതിക്ക്. പക്ഷെ അമ്മച്ചി. എടാ പൊട്ട, ഇപ്പൊ നീ സമ്മതിക്ക്. രാത്രി നീ മതില് ചാടിക്കോ. കൊച്ചു കള്ളി. അപ്പൊ കുരുട്ട് ബുദ്ധിയൊക്കെ ഒളിപ്പിച്ച് വെച്ചേക്കാണല്ലേ. സമ്മതമാണേ കൈതാ. സമ്മത. ഞാൻ പറഞ്ഞത് മറന്നിട്ടില്ലല്ലോ. അതെപ്പോഴും നിന്റെ ഓർമ്മയിൽ വേണം. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ മോളെ. ശരി, എന്നാ ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങാവേ. ഞാനല്ല, അവര് വരുന്ന ഉദ്ദേശിച്ച്. മതില് ചാടാനുള്ള ട്രെയിനിങ് തുടങ്ങണം. ശരി മക്കളെ, ഞങ്ങൾ അങ്ങ് ഇറങ്ങുക. ഏട്ടത്തി, ഇനി കോളേജിൽ വെച്ച് കാണാം.
അളിയ കൺഗ്രാറ്റ്സ്, അങ്ങനെ നിന്റെ കയ്യിലും വിലങ്ങ് വീണു. ഓടാ നാറി, നീ കഴിച്ചോ? 2 റൗണ്ട് ഇരിക്കാൻ പറ്റിയുള്ളൂ. എന്തുമാത്രം സാധനമാടാ ഉണ്ടാക്കിയേക്കണേ. ഇത് മൊത്തം തിന്നു തീർക്കാതെ ഞാൻ പോകില്ല. ചേട്ടാ ഒരു ഫോട്ടോ എടുത്തേ, അടുത്ത പന്തിക്ക് ഇരിക്കാനുള്ളതാ. അപ്പൊ പെങ്ങളെ ഹാപ്പി മാരീഡ് ലൈഫ്. ഇതുപോലെ ഇനിയും കൂട്ടുകാരുണ്ടോ? ഇല്ല, ഇതൊന്ന് മാത്രമേ ഉള്ളൂ. കപ്പ് കേക്ക് എനിക്കെങ്ങും വേണ്ട. ഇത് ഞാൻ ഉണ്ടാക്കിയതോ? വേണ്ടേ വേണ്ട, ഞാൻ തിന്നോളാം. വേണോ? താ ഇങ്ങോട്ട്. നിനക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമാണോ അന്ന് നിന്റെ ഇച്ഛനെ തല്ലിയതിന്? എനിക്കാരോടും ദേഷ്യമില്ല. പിന്നെന്തിനാ ഈ 3 വർഷം നീ എന്നെ അവോയ്ഡ് ചെയ്തേ? അല്ലേ എപ്പോഴും എന്റെ പിന്നാലെ തന്നെ ആയിരുന്നല്ലോ. ഞാൻ തന്റെ പുറകെ നടക്കുന്നത് തനിക്ക് ശല്യാണെന്നല്ലേ പറഞ്ഞേ? ശല്യം ആയിരുന്നു, പക്ഷെ നീ പുറകെ നടക്കുന്നത് നിർത്തിയപ്പോ എനിക്കറിയില്ല. തന്നെയുണ്ടല്ലോ, പോടാ ജാമില്ലാത്തവനെ. മനുഷ്യൻ ഒരു നിമിഷം എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. റേച്ചലെ, നിനക്ക് ഇപ്പോഴും എന്നെ ഇഷ്ടമാണോ? അല്ല, എനിക്കിപ്പോ തന്നെ കാണുന്നത് തന്നെ കലിയ. എടി, ഞാൻ സീരിയസ് ആയി ചോദിച്ചതാ. ഞാനും സീരിയസ് ആയി തന്നെയാ പറഞ്ഞത്. ഞാനൊരു അപ്ലിക്കേഷൻ തരാന്ന് കരുതിയതാ. ഇനി വേണ്ട, അത് വേറെ ആർക്കെങ്കിലും കൊടുക്കാം. അപ്ലിക്കേഷനാ? എന്ത് അപ്ലിക്കേഷൻ? നിനക്കെന്നെ ഇഷ്ടമല്ലല്ലോ, പിന്നെ നീ എന്തിനാ അതൊക്കെ അറിയുന്നേ? ഇന്ന് റിസപ്ഷന് ഞാൻ ജോയിന്റെ അനിയത്തിയെ കണ്ടു. എന്നാ ലുക്കാന്നറിയോ? ഞാൻ ആപ്ലിക്കേഷൻ അവൾക്ക് കൊടുത്താലോന്ന് ആലോചിക്കുക. നിന്റെ അഭിപ്രായം എന്താ? കൊടുക്കോടോ, താൻ ആപ്ലിക്കേഷൻ കൊടുക്കോന്ന്. എനിക്കല്ലാതെ വേറെ ആർക്കെങ്കിലും കൊടുത്തെന്ന് ഞാൻ അറിഞ്ഞ മോനെ ഇറക്കെ അന്ന് നിന്റെ അന്ത്യോ. നിനക്കൊട്ടും ജലസില്ലല്ലോ. എന്തായാലും തന്റെ അനിയത്തിയുടെ അത്രയ്ക്കൊന്നും വരില്ല. അത് ശരിയാ, ലിയാൻ കഷ്ടപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. അതെ, എന്നാ വേഗം പറഞ്ഞോ. എന്ത്? കളിക്കല്ലേ, വേഗം എന്നെ പ്രപ്പോസ് ചെയ്യും. അതൊക്കെ ക്ലീശ പരിപാടിയല്ലേ. നമുക്ക് വെറൈറ്റിക്ക് മാറ്റി പിടിച്ചാലോ? എങ്ങനെ? ഇങ്ങനെ. ഇതൊട്ടും ക്ലീശയല്ലേ? എനിക്ക് ചായ, ഞാനൊരു കാര്യം ആവശ്യപ്പെട്ട ചെയ്തു തരാവോ? നീ പറ. നമ്മുടെ കെട്ട് കഴിഞ്ഞ എനിക്ക് എല്ലാ ദിവസവും കപ്പ് കേക്ക് ഉണ്ടാക്കി തരുവോ? എന്തോന്ന്? കപ്പ് കേക്ക്. നിനക്ക് കപ്പ് കേക്കിൽ ആരെങ്കിലും കൈവിഷം തന്നിട്ടുണ്ടോ? എന്താന്നറിയില്ല, ഇച്ചാന്റെ കപ്പ് കേക്കിന് ഒരു വല്ലാത്ത അഡിക്ഷൻ പോലെയാ എനിക്ക്. അത് കഴിക്കുമ്പോ നസ്രിയ പറഞ്ഞ പോലെ അടിവറ്റി മഞ്ഞ് പെയ്യുന്ന പോലെയാ. ആദ്യമായിട്ടാ ഒരാള് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡിന് ഇങ്ങനെ ഒരു കോംപ്ലിമെന്റ് തരുന്ന. റേച്ചൽ മാർട്ടിൻ, എന്നാ നമുക്കങ്ങ് തുടങ്ങിയാലോ? എന്ത്? ഒരു കപ്പ് കേക്ക് പ്രണയ കഥ.